രാത്രി ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ആരാധനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിന്റെ ശബ്ദങ്ങളെ ഒന്ന് കേൾക്കുവാൻ തക്കൊണ്ട് നമ്മെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നതായ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ എത്രത്തോളം നമ്മൾ അവൈലബിൾ ആകുന്നുവോ അത്രത്തോളം കർത്താവിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രത്തോളം അവൈലബിൾ ആകുന്നുവോ അത്രത്തോളം കർത്താവിന് ഉപയോഗിക്കുവാനായിട്ട് അവൻ സർവശക്തനാണ്, അവൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് മറിയയെ കുറിച്ച് യേശു കർത്താവ് ശുഭകരമായ ഒരു പ്രത്യാശിക്കുന്നതായ ചില വചനങ്ങൾ, ഭാഗങ്ങൾ ആമേൻ തന്റെ സഹോദരിയായ മാർത്തയോട് പറയുന്നുണ്ട്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്നും ആരും അപഹരിച്ചു കൊണ്ടുപോകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി പറയുന്നു, നമ്മിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മൾക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതായ, നമുക്ക് ശേഖരിച്ചു വെക്കുവാൻ കഴിയുന്നതായ, നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയുന്നതായ ഒന്നുണ്ടെങ്കിൽ അത് ദൈവ പാദപീഠത്തിൽ നാം ഇരിക്കുന്ന സമയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ സ്പെഷ്യലി അവിടെ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. മാർത്തയും മറിയയും കടന്നു പോകുന്ന സാഹചര്യം ഒരേ സാഹചര്യം തന്നെയാണ്. അവർ രണ്ടുപേരും ഒരു ഭവനത്തിലെ അംഗങ്ങളാണ്. ആമേൻ, സ്തോത്രം. രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുക, കുടുംബത്തിന്റെ അകത്തെ വിഷയങ്ങൾ നോക്കുക, എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക, എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്യുക. അതെ, ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്നവരോ അതല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നവരെ ആയിട്ടുള്ളവരെ സ്വീകരിക്കുക, അവരെ സൽക്കരിക്കുക എന്നുള്ളതെല്ലാം ആമേൻ രണ്ടുപേരുടെയും ഒരുപോലുള്ള ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിൽ ഒരാള് ഏതിന് പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഭവനങ്ങളിൽ വരുന്ന ഗസ്റ്റുകൾ പല ടൈപ്പ് ആളുകൾ ഉണ്ടാകാം. ആമേൻ, ശ്രദ്ധിച്ച്. നമ്മുടെ ഭവനങ്ങളിൽ പല ടൈപ്പുള്ള ഗസ്റ്റുകൾ വരുന്നുണ്ടാവാം. ചിലവർ വരുന്നത് 1-2 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ്. രാവിലെ ഞങ്ങളുടെ ഭവനത്തിൽ പാല് തരാനായിട്ട് ഞങ്ങൾക്ക് പാല് സപ്ലൈ ചെയ്യുന്ന ഒരു സഹോദരൻ വരുന്നുണ്ട്. അധികം സമയങ്ങൾ അദ്ദേഹം വീട്ടിൽ ചിലവഴിക്കാറില്ല, വീടിന്റെ അകത്തേക്ക് കയറാറില്ല. വീടിന്റെ അകത്തേക്ക് വണ്ടി ഓടിച്ച് കയറി വന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കാലിക്കുപ്പി എടുക്കുകയും നിറഞ്ഞ ഒരു പാൽക്കുപ്പി ഞങ്ങൾക്ക് നൽകി അദ്ദേഹം വേഗത്തിൽ പോകുന്നു. അത് ഡോറ് തുറന്നിട്ടാലും ഡോറ് അടച്ചിട്ടാലും അദ്ദേഹത്തിന് വിഷയമല്ല. ഞങ്ങൾ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും അതിന് വിഷയമല്ല. അതൊന്നും ഒരു പരാതി ഇല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം പാല് തന്നിട്ട് മടങ്ങിപ്പോകുന്നു. ചിലര് ഭവനത്തിൽ വരുന്നത് പത്രം ഇടുവാനാണ്, ചിലര് അപ്പുറത്തെ വീടിന്റെ വിശേഷങ്ങൾ പറയാനാണ്, ചിലര് നമ്മുടെ വീട്ടിലിരുന്ന് അല്പനേരം സംസാരിക്കുവാനോ ആഹാരം കഴിക്കുവാനാണ് വരുന്നത്. ഒരുപക്ഷെ അങ്ങനെയുള്ളവര് വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ പോകും. ആമേൻ. ചിലര് നമ്മുടെ വീട്ടില് ഗസ്റ്റ് ആയിട്ട് ഒരു ദിവസം താമസിക്കാനായിട്ടായിരിക്കും വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ചില ദിവസങ്ങളിലേക്ക് നമ്മോടൊപ്പം താമസിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ പരിചയമുണ്ട്. നമ്മുടെ മാതാപിതാക്കള് പ്രായമായി കഴിഞ്ഞാൽ മക്കളുടെ ഓരോ വീടുകളിലും മാറി മാറി പോയി താമസിച്ച് എന്ത് ചെയ്യുന്നു, കുറച്ച് ദിവസമൊക്കെ അവരുടെ കൂടെ ചെലവഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, ആമേൻ, ആ വരുന്ന ഗസ്റ്റിനോട് നമ്മോടൊപ്പം സമയം ചെലവഴിക്കുവാനായിട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക്, കുറച്ച് സമയങ്ങളിലേക്ക് കടന്നു വരുന്ന വ്യക്തികളോട് നാം പെരുമാറുന്ന ഒരു രീതിയുണ്ട്, നാം ഇടപെടുന്നതായ സമയങ്ങളുണ്ട്, നാം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായ മൂല്യമുള്ളതായ, വാല്യൂ ഉള്ളതായ ചില സമയങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സാഹചര്യത്തിൽ ഈ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആമേൻ, മാർത്ത ആ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുവാൻ, വേഗത്തിൽ ഏറ്റവും രുചികരമായ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭക്ഷണമൊക്കെ ക്രമീകരിക്കുവാനായിട്ടുള്ളതായ ഫോക്കസ് കൊടുക്കുമ്പോൾ കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനും കർത്താവിനോട് സംസാരിക്കുവാനും കർത്താവിൽ നിന്ന് കേൾക്കുവാനുമായിട്ട് ആമേൻ മറിയ ഒരു സെലക്ഷൻ, ആമേൻ, സ്തോത്രം, അങ്ങനെ ഒരു സെലക്ഷൻ മറിയ എടുത്തിട്ട് ആ ഒരു ഓപ്ഷനിലേക്ക് മറിയ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ആമേൻ, ഞാൻ കാണുന്ന ഒത്തിരി സഹോദരിമാര്, മാതാപിതാക്കള്
ഈ സൂം ലൈനിൽ കയറിയിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് ഇടപെടുന്നു. നിങ്ങൾ ദൈവരാജ്യത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി, അമേൻ, ദൈവ വചനത്തെ പ്രതി, കർത്താവിനെ പ്രതി, അമേൻ, നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് വാല്യൂ ഉള്ളതാണ്, അത് വിലയുള്ളതാണ്, അത് ഹല്ലേലൂയ സ്തോത്രം മറക്കരുതെന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. അതിനൊക്കെയും ദൈവം അതിന് തക്കതായ പ്രതിഫലം നൽകി മാനിക്കുക ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവിടെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ എഴുതിയിരിക്കുന്ന വചനത്തിൽ യേശു പറയുന്നതായി എഴുതിയിരിക്കുന്നു, അവളിൽ നിന്നും ആരും അത് അപഹരിച്ചു കൊണ്ടുപോകുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇറ്റ്സ് എ പോർഷൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചൂസ് ചെയ്യുന്നതായ പോർഷൻ ഏതാണ് എന്ന് രാത്രിയിൽ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ദൈവം ഒരു അതോറിറ്റി നൽകിയിട്ടുണ്ട്. നമുക്ക് ദൈവം ഒരു ഹല്ലേലൂയ ഒരു നിയോഗം നൽകിയിട്ടുണ്ട്. ആമേൻ. അതിനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഏറ്റവും പ്രധാനപ്പെട്ടതായി കൊടുത്തതായ ഒരു വലിയ അധികാരം എന്നുള്ളത്, ആമേൻ, ചൂസ് ചെയ്യാനുള്ളതായ അധികാരം, ആമേൻ, തിരഞ്ഞെടുക്കുവാനുള്ളതായ അധികാരം, തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം, അനുവാദം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നു. ആമേൻ. ഈ ദൈവത്തെ അനുസരിക്കുവാനും അനുസരിക്കാതിരിക്കുവാനും ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ. തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. ദൈവ കൽപ്പനകളെ പ്രമാണിക്കുവാനോ പ്രമാണിക്കാതിരിക്കുവാനുള്ളതായ ആമേൻ മുമ്പിൽ സാധ്യതകളുണ്ട്. ആമേൻ. ആമേൻ. അതുകൊണ്ടാണല്ലോ ഹവ്വ അങ്ങനെ ഒരു വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് വീഴുക തന്നെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തെ അനുസരിക്കാതിരിക്കുവാനുള്ളതായ പൂർണ്ണമായ സ്വാതന്ത്ര്യം എപ്പോഴും ദൈവം വെച്ചിരിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, നാം ഏത് തിരഞ്ഞെടുക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നശ്വരമായ ലോകത്തെ ചൂണ്ടിക്കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്കോ ലോകത്തിന്റെ മോഹങ്ങളിലേക്കോ ലോകത്തിന്റെ ആമേൻ നൈമിഷികമായ ചില നന്മകളിലേക്കോ ഹല്ലേലൂയ ഉയർച്ചകളിലേക്കോ ആണോ നമ്മുടെ ശ്രദ്ധ നാം തിരിക്കുന്നത്? അതോ എന്നേക്കും നിലനിൽക്കുന്നതായ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ എന്നേക്കും നിലനിൽക്കുന്നതായ, ആമേൻ, സ്തോത്രം, ഇളകാത്തതായ, ഹല്ലേലൂയ, സ്തോത്രം, ആർക്കും അപഹരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തതായ ചില നിത്യമായതിനെ, ചില ഘനമായതിന്, ഹല്ലേലൂയ, ചില ശ്രേഷ്ഠമായതിന് ഇന്ന് രാത്രിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനപ്പെട്ട വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. ഹല്ലേലൂയ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി ആ വീടിന്റെ മേൽ അടിച്ചു. അത് ഹല്ലേലൂയ പാറമേൽ അടിസ്ഥാനമിട്ടതായിരുന്നത് കൊണ്ട് അത് തകർന്നു വീണില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നാം തിരഞ്ഞെടുക്കുന്ന അംശം ഏതാണ്? ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നത്. രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ഇടപെടുന്നു. നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് റൈറ്റ് ട്രാക്ക് ആണെങ്കിൽ, നാം പോയിക്കൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ റൈറ്റ് പാത്ത് ആണെങ്കിൽ, ഹല്ലേലൂയ നമ്മുടെ മുമ്പിലുള്ളതായ വഴികൾ ദുർഘടമായിക്കൊള്ളട്ടെ, പ്രയാസമുള്ളതായിക്കൊള്ളട്ടെ, കണ്ണുനീർ നിറഞ്ഞതായിക്കൊള്ളട്ടെ, വേദനകൾ നിറഞ്ഞതായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ പരിഹാസങ്ങളും നിന്ദകളും നിറഞ്ഞതായിക്കൊള്ളട്ടെ, ആമേൻ, ഒറ്റപ്പെടുത്തലുകളും ഹല്ലേലൂയ കുറ്റപ്പെടുത്തലുകളും ഉള്ളതായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നമ്മെ വിരൽ ചൂണ്ടിക്കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തോടാകട്ടെ മനുഷ്യനോടാകട്ടെ നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നതിന്റെ നടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അവളിൽ നിന്നും ആരും അപഹരിച്ചു കൊണ്ടുപോകുകയില്ല. രാത്രിയിൽ ഹല്ലേലൂയ കാംക്ഷിക്കുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ, വാഞ്ചിക്കുകയാണെങ്കിൽ, ഇച്ഛിക്കുകയാണെങ്കിൽ, എന്റെ ദൈവമക്കളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിലനിൽക്കുന്ന ചിലത് നാം ആഗ്രഹിക്കണം, നിലനിൽക്കുന്ന ചിലത് നാം പ്രാപിക്കണം, നിലനിൽക്കുന്ന ചിലതിനായി നാം പ്രാർത്ഥിക്കണം, നിലനിൽക്കുന്നതായി ചിലതിനായി നാം കാത്തിരിക്കണം. ആരും അപഹരിച്ചു കൊണ്ടുപോകാത്ത ചിലതിന് പ്രാപിക്കാൻ തക്കവണ്ണം രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. In the name of Jesus we thank you Lord. Amen. 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 Praise the Lord. Hallelujah. രാത്രിയിൽ എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്? ആമേൻ. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ബെഡ് ഓഫ് റോസസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. പൂമത്ത വിരിച്ചതുപോലുള്ള അനുഭവം അല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആമേൻ. അത് മുഴുവൻ ഹല്ലേലൂയ കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും നിറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ലോകത്തിലുള്ളതായ എല്ലാ ഉയർച്ചകളെയും കണ്ടിട്ട് നിങ്ങൾ നിരൂപിക്കരുത്, അത് ദൈവിക അനുഗ്രഹമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവിക അനുഗ്രഹത്തിന്റെയും ദൈവിക
നന്മകളുടെയും മാനദണ്ഡം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ലോകത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതായ യാതൊരു വിധമായ ഭൗതികമായ ഉയർച്ചകളുമല്ല, ഹല്ലേലൂയ യാതൊരു വിധമായ ഭൗതികമായ നിറവുകളുമല്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഒരുവനെ ബലപ്പെടുത്തുന്നത്, ഒരുവനെ ശക്തീകരിക്കുന്നത്, ഒരുവനെ ആശ്വസിപ്പിക്കുന്നത് തന്നിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതായ ദൈവിക ശക്തിയുടെ നിറവാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. അത് നമ്മുടെ ഉള്ളിൽ ധാരാളമായി ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും ഹല്ലേലൂയ അവൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം പ്രൈസ് ദി ലോർഡ്, ലോകം എന്ത് തന്നെ പറഞ്ഞാലും doesn't matter for me. hallelujah. Don't care about that. അതിനെ കുറിച്ച് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, വറി ആകേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതായ അനുഗ്രഹങ്ങളും നന്മകളുമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകളും അനുഗ്രഹങ്ങളും നന്മകളും സ്തോത്രം സാമ്പത്തികമായ എല്ലാവിധമായ ഭദ്രതയും നമുക്ക് ഉണ്ടാകുമ്പോഴാണോ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്? എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചത് എപ്പോഴാണ്? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ, നമ്മുടെ ആത്മീക വർധനവ് നമുക്ക് ഉണ്ടായത് ശരിക്കും അത് എപ്പോഴാണ്? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു കഷ്ടതയുടെ നടുവിൽ, ഒരു രോഗത്തിന്റെ നടുവിൽ, ഒരു ഇല്ലായ്മയുടെ നടുവിൽ, ഒരു പട്ടിണിയുടെ നടുവിൽ, ഒരു തള്ളപ്പെടലിന്റെ നടുവിൽ ആ സമയത്ത് നാം ദൈവത്തിങ്കലേക്ക് മാത്രം നോക്കിയത് കൊണ്ടല്ലേ ഇന്നും ആ ദൈവത്തിൽ നാം ആശ്രയിക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലേക്ക് നോക്കുവാൻ തക്കവണ്ണം അനുഭവങ്ങൾ വരുന്നത് നന്മയ്ക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് നമുക്ക് വിടുതലല്ലേ? ഹല്ലേലൂയ. അങ്ങനത്തെ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുന്നത് നമുക്ക് ആശ്വാസമല്ലേ? നമുക്ക് ബലമല്ലേ? നമുക്ക് ശക്തിയല്ലേ? ആകയാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആകയാൽ ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒത്തിരി 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 വചനങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ വേഗത്തിൽ അയക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു വലിയ മർമ്മം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനോട് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്നതായ ദൂതുകളോ പ്രവചന ശബ്ദങ്ങളോ ഇനി ഏറ്റവും അടുത്ത സമയങ്ങളിൽ ഇങ്ങനെ എന്റെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്തയാണ്, what is going to be the immediate theological development. Praise the Lord. Hallelujah. ദൈവശാസ്ത്രപരമായിട്ട് അടുത്ത ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കാൻ പോകുന്ന വിഷയം എന്താണ്? പ്രൈസ് ദി ലോർഡ്. തിരുവചനം എഴുതിയിരിക്കുന്നതനുസരിച്ച് അടുത്ത വർഷം നടക്കാൻ പോകുന്ന കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത 3 വർഷത്തേക്ക്, അടുത്ത 5 വർഷത്തേക്ക്, അഥവാ അടുത്ത 7 വർഷത്തേക്ക് സംഭവിക്കാൻ പോകുന്നതായ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ്സ് അത് എന്താ ണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം. നാൾ അടുക്കുന്നു എന്ന് കാണുന്തോറും, നാൾ അടുക്കുന്നു എന്ന് കാണുന്തോറും നിങ്ങൾ അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഏതാ? സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. ഉപവാസങ്ങൾക്ക് ഹല്ലേലൂയ വർധന ഉണ്ടാകണം. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴമുക്കാർ ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മണവാളൻ കൂടെ ഇല്ലാത്ത ഒരു നാഴിക വരുന്നു, അന്ന് അവർ ഉപവസിക്കും, അന്ന് അവർ പ്രാർത്ഥിക്കും. അത് ഏത് കാലഘട്ടമാണെന്ന് അറിയാമോ? അത് ഈ കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. ഈ സമയങ്ങളിൽ ഉപവസിക്കുവാൻ നിങ്ങളുടെ അകത്തൊരു പ്രേരണ നൽകുന്നുണ്ടോ? അത് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നതാ. കാരണം എന്താണെന്നറിയാമോ? കൃപയുടെ വാതിൽ അടയ്ക്കുവാൻ സമയമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓ ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുന്ന ഒരു വലിയ മഹത്വ പ്രത്യക്ഷത അത് വെളിപ്പെടുവാൻ കാലമായി, നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന ഒന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ ഫൈനൽ ലാപ്പിലേക്ക്, ആമേൻ സ്തോത്രം, ലക്ഷ്യത്തിലേക്ക്, നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്നതായ ആ ലക്ഷ്യത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നതായ ദൈവമക്കൾ, നിങ്ങൾ എല്ലാവരും ജ്ഞാനികളെന്ന് ഞാൻ ഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഹല്ലേലൂയ ബുദ്ധിയുള്ളവരെന്ന് ഞാൻ ഗ്രഹിക്കുന്നു. ആമേൻ. 10 കന്യകമാരെ കുറിച്ച് ദൈവവചനത്തിൽ
ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഉപമയിൽ പറയുന്നതായ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും എന്നുള്ള പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആളുകളെ തമ്മിൽ വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതായ ബുദ്ധി അവർ എപ്രകാരം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. രാത്രി നമുക്കൊരു ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിലേക്കല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യതയിലേക്കാണ്. ഇത് തിരിച്ചറിയുന്നവരാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഹല്ലേലൂയ മുൻഗണന കൊടുക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, അതിന് പ്രാധാന്യം കൊടുക്കുന്നത്, അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സമയങ്ങൾ അതിനുവേണ്ടി വേർതിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ നാം എന്ത് ചെയ്യുന്നത്, നാം നിത്യതയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങുന്നത്, പ്രൈസ് ദി ലോർഡ്. 10 പേരും ഉറങ്ങി, യാഥാർത്ഥ്യമാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു സംശയവുമില്ല. ഉറക്കം അത് ഒരു കാലഘട്ടത്തിന്റെ ആമേൻ സ്വഭാവമാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു ഉറക്കത്തിന്റെ സീസൺ ഹല്ലേലൂയ നമുക്ക് വ്യക്തമായി ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. മുമ്പന്മാരായി നിന്ന പലരും ഇന്ന് പിൻപിലാ നിൽക്കുന്നത്, പ്രൈസ് ദി ലോർഡ്. അവർ പ്രാർത്ഥനയ്ക്കില്ല, അവർ ആരാധനയ്ക്കില്ല, അവർ സ്തുതിക്കാനില്ല, അവർ ഹല്ലേലൂയ കൂട്ടായ്മയ്ക്കില്ല, അവർക്ക് പ്രയോറിറ്റി മറ്റു പലതുമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ പലപ്പോഴും പിൻപിൽ നിന്ന് അനേകരെ നാം കാണുന്നത്, അവർ പിൻപിലല്ലല്ലോ, അവർ ഒത്തിരി 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 ഓടി മുമ്പിൽ കയറിയിരിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രത്യാശയിലേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്നവരാണ്, പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ വചനത്തിലൂടെ നിങ്ങളെ ഉറപ്പിക്കുന്നു. നിങ്ങളുടെ നിരാശയുടെ പടുകുഴിയിൽ നിന്നും പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്തുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, കൊടുമുടിയിലേക്ക് നിങ്ങളെ സ്വർഗത്തിലെ ദൈവം ട്രാൻസ്ഫോം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു in the mighty name of Jesus. Hallelujah, amen, ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ ആ നാമത്തിൽ ഹല്ലേലൂയ നിങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിയോഗത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മെ പിൻപോട്ട് വലിക്കുന്നതായ പ്രേരക ശക്തികൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നാം ബുദ്ധിയുള്ളവരാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മിൽ പകർന്നിരിക്കുന്നതായ ആത്മീക വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആത്മീകമായ ഉറക്കം നമ്മെ എന്ത് ചെയ്യുന്നു, പരാജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, മണവാളൻ വരുവാൻ സമയമായിരിക്കാൻ നാം എന്ത് ചെയ്യുക, ബുദ്ധിയുള്ളവരാണോ അല്ലയോ എന്ന് ഇന്ന് രാത്രിയിൽ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് കോറിലേറ്റ് ചെയ്ത് എങ്ങനെ പറയണ്ടേ, ഹല്ലേലൂയ, ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ വചനം ആകുന്ന കണ്ണാടിയിൽ നമ്മെ തന്നെ ഒന്ന് നോക്കിയിട്ട് പരിശുദ്ധാത്മാവിനോടൊന്ന് ചോദിച്ച്, ദൈവാത്മാവിനോടൊന്ന് ചോദിച്ച്, ഞാൻ ബുദ്ധിയുള്ളവരുടെ ഗണത്തിലാണോ, ബുദ്ധി ഇല്ലാത്തവരുടെ ഗണത്തിലാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മണവാളൻ വരുമ്പോൾ ഹല്ലേലൂയ, മണവാളൻ വരുമ്പോൾ നമ്മുടെ വിളക്ക് തെളിയുമോ ഇല്ലയോ? നമ്മുടെ എണ്ണ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ, എണ്ണ സൂക്ഷിച്ചിട്ടുണ്ടോ? എണ്ണയുടെ സ്റ്റോക്ക് ആമേൻ ഹല്ലേലൂയ എവിടെയുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എണ്ണയുടെ സ്റ്റോക്ക് പ്രൈസ് ദി ലോർഡ് ഒന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? ആമേൻ, സ്റ്റോക്ക് ചെക്ക് ചെയ്യാറുണ്ടോ? ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ ദിവസവും ആമേൻ ഈ ബിസിനസ് ചെയ്യുന്നവര് അവരുടെ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അടുത്ത 10 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ ആമേൻ ഇനി ഒരാഴ്ചത്തേക്ക് സപ്പോസ് അവധി ദിവസങ്ങളാണെന്ന് ഇരിക്കട്ടെ, ആമേൻ 4-5 ദിവസത്തേക്ക് അവധി ദിവസങ്ങളാണ്. സപ്ലയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യത്തില്ല, ലൈനിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് വരത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, മുൻകൂട്ടി കണ്ടിട്ട് ആമേൻ എക്സ്ട്രാ സ്റ്റോക്ക് എന്ത് ചെയ്യും, അവര് ആമേൻ എടുത്തു വെക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിനാ പറയുന്നത് ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഉറുമ്പിനെ നോക്കി ഉപമ പഠിപ്പാൻ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലേ. ഉറുമ്പിനെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഉപമ പഠിക്കുവാൻ ഹല്ലേലൂയ ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അത്? ആമേൻ, സ്തോത്രം. ക്ഷാമകാലത്തിന് മുമ്പ് എന്ത് ചെയ്യുക, അത്
ആ ഭക്ഷണം സ്റ്റോർ ചെയ്യുക. ഹല്ലേലൂയ. ആരാ ഇതിന് ബുദ്ധി പറഞ്ഞു കൊടുത്തത്? പ്രൈസ് ദി ലോർഡ്. ഉറുമ്പിനെ സൃഷ്ടിച്ച ദൈവം അതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്ന ബുദ്ധിക്കനുസരിച്ച് അതെന്ത് ചെയ്യുക? ക്ഷാമകാലത്തിന് മുമ്പേ പോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു അനുഭവം പറയാനായിട്ട് ഞാൻ ദൈവാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് അറിയത്തില്ല, എന്തായാലും ജിസി സിസ്റ്റർ നന്നായി അറിയുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലിയ നോർത്ത് ഇന്ത്യയിൽ, UP-യിൽ, മീററ്റില് അല്ലിയ ദൈവത്തിന്റെ ദൈവവേലയിൽ വ്യാപകരായിരിക്കുന്ന ഞങ്ങൾ പേഴ്സണലി അറിയുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരുടെ മിനിസ്ട്രിക്ക് അല്ലിയ പ്രാർത്ഥന സപ്പോർട്ട് കൊടുക്കുന്നതായ ഒരു മിനിസ്ട്രി ഫാമിലി, ആ ഫാമിലിയിൽ വളരെയധികം കഷ്ടതയുടെ പ്രയാസ നടുവിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നുമല്ല, സുവിശേഷ വിരോധികളാൽ അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടുകയും മാത്രമല്ല പോലീസ് അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുകയും ആ സുവിശേഷകനെ, ആ ദേവദാസനെ ജയിലിൽ അടച്ചിരിക്കുന്ന 4ാമത്തെ ആഴ്ചയാണ്. ഇതുവരെ യാതൊരു വിധമായ പ്രോഗ്രസ്സുകളും ഉണ്ടായിട്ടില്ല. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് അവർക്ക് വന്നു, ഇത് എനിക്ക് വരത്തില്ലേ? വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ആ മനുഷ്യൻ എന്തായിരിക്കും അകത്ത് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സാക്ഷ്യം, ആമേൻ, പ്രാർത്ഥിക്കാൻ വിളിച്ചതാ. ഹല്ലേലൂയ. ബലപ്പെടുത്താൻ വിളിച്ചതാ. ഇന്ന് 3ാമത്തെ തവണ ഹിയറിംഗ് ഉണ്ട്. പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ ഞാൻ മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് തന്റെ ഭാര്യ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അച്ഛൻ അവിടെ കിടക്കുവാണെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ആ മനുഷ്യന്റെ അകത്ത് ഒത്തിരി വചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിള് വായിക്കാൻ അനുവാദമില്ല, മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ അനുവാദമില്ല. ആമേൻ, സ്തോത്രം. യാതൊരു വിധമായ അനുവാദങ്ങളും UP-യുടെ ജയിലിന്റെ അകത്ത് അവർക്ക് ലഭിക്കാനില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്. ഭാര്യ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹത്തിന്റെ അകത്ത് വചനമുണ്ട്. വചനം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് വചനം ഇന്ന് രാത്രിയിലും ഈ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അകത്ത് ക്രിയ ചെയ്തുകൊള്ളുമെന്ന് പ്രത്യാശയുടെ ഒരു പദം. ഹല്ലേലൂയ. ആർക്ക് പറയാൻ സാധിക്കും? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നാളെയുടെ ദിനങ്ങളിൽ നമ്മെ നോക്കിയിരിക്കുന്നത് പുൽമെത്തകളല്ല, ഭൂമെത്തകളല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അടുത്ത ഏറ്റവും ആമേൻ ഹല്ലേലൂയ തിയോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന, സുവിശേഷീകരണത്തിന് വേണ്ടി നിൽക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന, വചനത്തിന് വേണ്ടി നിൽക്കുന്ന നമ്മെ ഓരോരുത്തരെയും നാടുവാഴികളുടെ മുമ്പാകെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ വരും. നമ്മുടെ തലമുറകളെ ഹല്ലേലൂയ സ്തോത്രം ചോദ്യം ചെയ്യുന്ന ആമേൻ വീട്ടുതടങ്കലുകളിൽ ഹല്ലേലൂയ കാരാഗ്രഹങ്ങളിലാക്കുന്നതായ ആമേൻ സമയങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. നാം എങ്ങനെ പിടിച്ചു നിൽക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എങ്ങനെ തരണം ചെയ്യും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ നാം എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ ഇടയായി തീരും? പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന എണ്ണ ചോർന്ന് പോയിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ റികമര ശംധരാമന സംദൽ കമന ജാരഗച്ച പ്രബന്ധുര ലഗസ്മനാരിയ ജൂഡ രമന ഹൽബരാശിയന്തൽ കസ്മനോദിയ. ഹല്ലേലൂയ. വചനം പറയും ഹല്ലേലൂയ അപ്പോസ്തലന്മാർ രാത്രിയിൽ ആരാധിച്ചപ്പോൾ അവരുടെ നടുവിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഹല്ലേലൂയ 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 സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. എവിടുന്ന? വചനം അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ വചനം വെച്ച് നീ പറയണം ഹല്ലേലൂയ this is what is written in the word of God. ഹല്ലേലൂയ. ഇതാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആത്മാവിൽ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ തടഞ്ഞു നിർത്തുവാൻ യാതൊരു മതിൽ കെട്ടുകൾക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മതിലുകൾക്കകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പെനിട്രേറ്റ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുമാറ് ദൈവ സാന്നിധ്യം വെളിപ്പെടും. ആമേൻ. വചനം അകത്തുണ്ടെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ കഴിയും. ഒരു ചെറിയ കാറ്റ് വരുമ്പോൾ, ഒരു ചെറിയ ഉഷ്ണം വരുമ്പോൾ ഏതൊരു കുഞ്ഞു ചെടി, ഒരു ചെറിയ ചെടി അതെന്ത് ചെയ്യും? അത് വാടിപ്പോകുവാനിടയിൽ തീരും, അല്ലെങ്കിൽ അത് ആമേൻ സ്തോത്രം പിഴുതെടുക്കപ്പെടുവാനിടയിൽ തീരും. എന്നാൽ ലെബാനോനിലെ ദേവദാരു എന്ന് പറയുന്നതായ പദം വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ ലെബാനോനിലെ ദേവദാരു പോലെ അഴയ്ക്കുമെന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ലെബാനോനിലെ ദേവദാരുവിന്റെ പ്രത്യേകത എന്താ? മലയുടെ മുകളിലേക്ക് കയറും തോറും ഹല്ലേലൂയ ഉയർന്നു നിൽക്കുന്ന ദേവദാരുവിന്റെ ആമേൻ സ്തോത്രം വേരുകൾ ഹല്ലേലൂയ ഉയർന്ന മലയുടെ അടിവാരത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. എന്തിനാ? ആമേൻ സ്തോത്രം. ആ വൃക്ഷത്തിന് ആവശ്യമായിട്ടുള്ളതായ ജലാംശവും ധാതു ലവണങ്ങളും ലഭിക്കേണ്ടതിന് ഇതിന്റെ റൂട്ട്, ഇതിന്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് എത്ര വലിയ കാറ്റ് വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അത് മറിഞ്ഞു വീഴുകയില്ല.
ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ യഹോവ അവനെ അതിൽ നിന്നും വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഓരോരുത്തരോട് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമായ ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വരികയില്ല. ഓർത്തുകൊള്ളുക, ഇന്നലെ വന്ന പ്രതിസന്ധിയേക്കാൾ ഇന്നത്തെ പ്രതിസന്ധി വലുതാണെങ്കിൽ നിന്റെ ആത്മീക വളർച്ച അത് മേലോട്ടാകുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ച് ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഹല്ലേലൂയ, വകയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവർ നടുതലയായി നിൽക്കും. In the name of Jesus. Hallelujah. രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെടുന്നു. Praise the Lord. Hallelujah. സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ നാം അതിനെ തരണം ചെയ്യാൻ പോകുകയാണ്. Hallelujah. ആമേൻ പറയുന്നവർ Hallelujah. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്യാൻ പോകുകയാണ്. Hallelujah. Hallelujah. സ്തോത്രം. ഞാൻ ഇതുവരെ വേഗത്തിൽ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങോട്ട് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഈ മിനിസ്ട്രി അനേക കുടുംബങ്ങൾക്ക് ഒരു വിടുതലായി തീരും. ആമേൻ. ചില കുടുംബങ്ങൾക്ക് വിടുതലായി തീരുന്ന നിലവാരത്തിലുള്ള ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് നൽകിയത്. നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നിട്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. 10-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, കൊർന്നല്യോസ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇത്താലിക എന്ന പട്ടാളത്തില് ആമേൻ ഒരു ശതാധിപനായിരുന്നു. 100 പേർക്ക് അധിപനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 100 പട്ടാളക്കാരുടെ മേധാവിയായിരുന്ന ഒരു മനുഷ്യൻ. ആമേൻ. സ്തോത്രം. ദൈവഭക്തനായ ഒരു മനുഷ്യൻ, യഹൂദന്മാർക്ക് വളരെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, സ്ഥിരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മാത്രമല്ല, ആമേൻ, സ്വർഗത്തിലെ ദൈവം ആമേൻ സാക്ഷീകരിച്ച ഒരു വ്യക്തിത്വം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം സാക്ഷീകരിച്ച ഒരു വ്യക്തിത്വം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ വ്യക്തി ദൈവാത്മാവിലേക്കും അവൻ ക്രിസ്തുവിലേക്കും വചനത്തിലേക്കും കൽപ്പനകളിലേക്കും അവൻ വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തിയ പ്രവർത്തനം, അതാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്താ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ. The work of the Holy Spirit. Praise the Lord. Work of the Holy Spirit. Say that everyone. എല്ലാവരും പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ മിനിസ്ട്രിയിൽ, എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, എന്റെ വ്യക്തിപരമായ ശുശ്രൂഷയിൽ വെളിപ്പെടണമെന്ന ആഗ്രഹമുള്ളവർ മാത്രം ഈ മെസ്സേജ് കേട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് ഈ മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മേൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, പ്രൈസ് ദി ലോർഡ്, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ വെറുതെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓട്ടങ്ങൾ വെറുതെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകൾ നഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ചെറിയ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നമുക്ക് ദൈവത്തിന്റെ വലിയ നന്മയ്ക്ക്, വലിയ അനുഗ്രഹത്തിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആ അംഗീകാരത്തിന് അത് ഇടയാക്കി തീർക്കുമെന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യന് സംഭവിക്കുന്ന ഒരു വിഷയമാണ്, തങ്ങളെ തന്നെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുന്നു? താരതമ്യപ്പെടുത്തുന്നു. ആമേൻ. കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നതിൽ അതിവിദഗ്ധരാണ്. ആമേൻ. സ്തോത്രം. ഓരോ മലയാളികളും. പ്രൈസ് ദി ലോർഡ്. അല്ലെ, മലയാളികളുടെ ആമേൻ ഇന്ത്യയിൽ മലയാളികൾ അല്ലെ അഥവാ കേരളത്തിൽ ആമേൻ ബിസിനസ് വളരുവാനും, ആമേൻ കേരളം പോലൊരു സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. അവിടേക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നും ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒഴുകി വന്നുകൊണ്ടിരിക്കുക ജോലി ചെയ്യാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പുറത്തെ ആള് ആമേൻ കൃഷിപ്പണി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ 2 പേര് കൃഷിപ്പണി എന്ത് ചെയ്യണം? നിർത്തണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ബംഗാളി ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 ബംഗാളിയെ വെച്ച് എന്ത് ചെയ്യണം? ജോലി ചെയ്യിക്കണം. പ്രൈസ് ദി ലോർഡ്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വിവിധ തലങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്തോരം ഹിന്ദിക്കാരാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒത്തിരി ഉണ്ട്. ഒത്തിരി. ഞാൻ ചിന്തിക്കുമായിരുന്നു, കൽക്കട്ടയിൽ നിന്ന് അവർ വന്നേക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഞങ്ങളുടെ സഹോദരന്മാരോട് പറയാനെടുത്തിരുന്നു, കൽക്കട്ട എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഴുവൻ ഒരു സൈസ് എടുത്താൽ തന്നെ കൽക്കട്ടയുടെ ഒരു വാണിജ്യ മൂല്യം എന്ന് പറയുന്നത് വലിയതാണ്. അതായത് അവിടുത്തെ സ്കോപ്പ്, അതായത് ഒരു ലെറ്റ്സ് എങ്ങനെയാന്ന് പറയണേ, ഇവിടുത്തെ ബിസിനസ് സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ മുഴുവനുള്ള ബിസിനസ് സാധ്യതകളൊക്കെ വലുതാണ്.
കൽക്കട്ട എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ തന്നെയുള്ളത്. കാരണം സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ കൽക്കട്ടയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇരുമ്പുരുക്ക് ശാലകളുള്ളത്. നമുക്കറിയാം ജാംഷഡ്ജി ടാറ്റയും അങ്ങനെ ഒത്തിരി പേരുണ്ട് അവിടെ നിന്ന്. സ്വതന്ത്രം ഈ കൽക്കട്ട എന്ന് പറയുന്ന പട്ടണത്തിലാണ് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ വളരെയധികം ആളുകൾ അവിടെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണേ തീർന്നത്. നമുക്കറിയാം വിദേശങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ളതായ ട്രാം സിസ്റ്റം, അതായത് റോഡിന്റെ നടുവിലൂടെ പോകുന്ന ട്രാം സിസ്റ്റം ഉണ്ട്. ട്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. റോഡിലൂടെ ബസ് പോകുന്നത് പോലെയാണ് ഇത് പോകുന്നത്. പക്ഷേ ഇത് ഇലക്ട്രിക് ട്രെയിൻ പോകുന്നതിന് സമാനമാണ്. അങ്ങനത്തെ ട്രാമുകൾ ഇന്ത്യയിലുള്ളത് കൽക്കട്ടയിൽ മാത്രമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് അത്രയ്ക്ക് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് ഉള്ളതായ ഒരു പട്ടണമാണ് കൽക്കട്ട. പക്ഷെ കൽക്കട്ടയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുക, ജോലി ചെയ്യാനായിട്ട് കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത് താല്പര്യം എന്ന് പറയുന്നത് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മള് മറ്റുള്ളവരുമായിട്ട് നമ്മളെ ഒന്നും ഒരിക്കലും എപ്പോഴും എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. ഒരിക്കലും നമ്മള് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓരോരുത്തർക്ക് അവനവന്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്, ആനന്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമുക്ക് ആ ഭാഗത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നയിക്കുവാണെങ്കിൽ നമുക്ക് അതിലൂടെ ഒന്ന് ചിന്തിച്ച് പോകാനിടയെ തീരും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോയപ്പോൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം ഇതിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞിട്ട് മടങ്ങി വരാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതലായ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു, തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. നമ്മൾ ഇവിടെ നിന്ന് അംഗീകരിക്കണം കേട്ടോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തമായിട്ട് അംഗീകരിക്കണം. എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ 1 താലന്തായിരിക്കാം, ഒരു പക്ഷേ 2 താലന്തായിരിക്കാം. 5 താലന്തുള്ളവർക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. 5 താലന്ത് തന്നാലും 2 താലന്ത് തന്നാലും 3 തന്നാലും എത്ര തന്നാലും തന്നിരിക്കുന്നത് നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണമാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രൈസ് ലോർഡ്. അപ്പോൾ പ്രാപ്തിക്കൊത്തത് ചെയ്താൽ മതി. കർത്താവ് എന്ത് പറയും? ആമേൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നിന്റെ യജമാനന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ലോർഡ്. കർത്താവ് ഇത്രയാണ് കൊടുക്കുന്നത്. 5 കൊണ്ടുവന്നവനും 2 കൊണ്ടുവന്നവനും ഇനി 1 കിട്ടിയവൻ 1 കൂടെ കൊണ്ടുവന്നിരിക്കട്ടെ. ആമേൻ, സ്വതന്ത്രം. അവനോടും യേശു കർത്താവ് അത് തന്നെ പറയും. പ്രൈസ് ലോർഡ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമാണോ എന്നുള്ള ഒറ്റ കാര്യമാണ്. ഈ കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകത്തില്ല, കമ്പയർ ചെയ്യാൻ പോകത്തില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ ഒരു ഹൃദയത്തിൽ ഒരു പ്രേരണ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് അങ്ങനെ ആമേൻ പറയാൻ പറ്റിയില്ലെങ്കിൽ ചിന്തിച്ചുകൊള്ളുക. നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ലുക്ക് ഡൗൺ ചെയ്യുന്നവരാണ്. അവരത്രയും വലുതായ കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്തിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. ആമേൻ, സ്വതന്ത്രം. ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞ് പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാത്താന്റെ കൈകളിൽ അകപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ്. പ്രൈസ്. സാത്താൻ നമ്മളെ എന്ത് ചെയ്തു, കരുവാക്കിയിരിക്കുന്നു. നമ്മളെ സാത്താൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, സാത്താൻ എന്റെ അടുത്ത് വന്ന് പറയാം, ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും നിന്റെ വചനം എന്ത് ചെയ്യുന്നില്ല, ഒരു രീതിയിലും പ്രയോജനപ്പെടുന്നില്ല. നീ പ്രസംഗിക്കുന്ന പ്രസംഗത്തില് കണ്ടന്റ് ഒന്നുമില്ല, നീ പറയുന്ന പ്രസംഗത്തില് വചനത്തിന്റെ അടിസ്ഥാനങ്ങളില്ല, നീ പറയുന്ന പ്രസംഗത്തില് ദൂതുകളില്ല, പ്രവചനങ്ങളില്ല, ഒരു ശുശ്രൂഷയില്ല, ഒരു രോഗി ഇതിന്റെ അകത്തുനിന്ന് സൗഖ്യമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, സാത്താൻ എന്നെ വേണമെങ്കിൽ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പറയും, സാത്താനെ എന്നെ വിട്ടു പോ. പ്രൈസ് ലോർഡ്. നിന്നോട് ഇങ്ങനെ കമാൻഡ് ചെയ്യുവാൻ ദൈവം എന്റെ മേൽ ഒരു അധികാരം ഇട്ടിരിക്കുക. നീ എന്നോട് വിട്ടുപോകാൻ പറയുമ്പോൾ നീ വിട്ടുപോകുമെന്നുള്ളത് തിരുവചന സത്യമാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പറയണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാത്താനോട് പോകാൻ പറയണം. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും പരീക്ഷകൻ കുറെ കാലത്തേക്ക് പോകും. ഇടയ്ക്ക് പിന്നെ വരുമ്പോൾ വീണ്ടും പറയണം, സാത്താനെ എന്നെ വിട്ടുപോകും, ഞാൻ കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു, ഞാൻ മുന്നോട്ട് കുതിച്ചിരിക്കുന്നു, ഞാൻ കഴിഞ്ഞ തവണ നീ വന്നപ്പോൾ ഞാൻ നിന്ന പൊസിഷനിലാണോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് സാത്താൻ നിന്റെ തന്ത്രം എന്റെ അടുത്ത് നടക്കത്തില്ല, വിട്ടുപോ എന്ന് പറയുമ്പോൾ സാത്താൻ നമ്മളെ വിട്ടുപോകണേ തീരും. പ്രൈസ് ലോർഡ്. ഒരിക്കലും സാത്താന്റെ തന്ത്രങ്ങൾക്ക് നാം എന്ത് ചെയ്യരുത്, വശംവദരായി പോകരുത്, അത് വിശ്വസിക്കരുത്, അത് വഞ്ചനയാണ്. അത് ഹല്ലേലൂയ, സ്തോത്രം, അത് ആമേൻ, ഹല്ലേലൂയ, വലിയ വലിയ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് നോക്കാം, ഇത്താലിക എന്ന പട്ടാളത്തിൽ
കൊർന്നല്യോസ് എന്ന ഒരു പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി. കണ്ടോ, അവൻ ഭക്തൻ എന്ന് മാത്രമല്ല, അവന്റെ കുടുംബം മുഴുവൻ ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, 100 പട്ടാളക്കാരുടെ ഒരു തലവനായിരിക്കുന്ന ഇത്രയും ഉത്തരവാദിത്വമുള്ള ഒരു വലിയ ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ, ഇത്താലിക എന്ന് പറയുന്നതായ പട്ടണം, അതായത് റോമൻ ഹല്ലേലൂയ സ്തോത്രം ഭരണത്തിന്റെ കീഴിലിരിക്കുന്നതായ ഒരു ജോലിക്കാരൻ, ഇവന് എവിടുന്ന് സമയം കിട്ടിയെന്നാണ്. ഹല്ലേലൂയ, എവിടുന്ന് സമയം കിട്ടി ദാനധർമ്മം ചെയ്യാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ഭയപ്പെട്ട് തന്റെ ഗ്രഹത്തോടൊപ്പം എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പോരാനായിട്ട് എവിടെ നിന്നും സമയം കിട്ടി? പ്രൈസ് ലോർഡ്. ഇതൊരു വലിയ തന്ത്രമാണ് ദൈവമക്കളെ. ആമേൻ. സാത്താൻ പറയും നമുക്ക് സമയമില്ലെന്ന് പറയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഒരു വലിയ മർമ്മം പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സമയത്തെ ആരാ സൃഷ്ടിച്ചത്? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ആമേൻ. ഞാൻ ചോദിച്ച ചോദ്യമാണ്, അത് എന്നോട് തന്നെ ചോദിച്ചു, ആത്മാവിനോട് ചോദിച്ചു, ദൈവസന്നിധിയിൽ എനിക്ക് അതിന് ദൈവം ഉത്തരം നൽകി. സമയത്തെ ആരാ സൃഷ്ടിച്ചത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ അറിയാമല്ലോ, ആമേൻ, ഘടികാരം പിന്നോട്ട് ഇറങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ നിന്ന് അറിയാമല്ലോ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞത് ഒരു നൈറ്റ് ഡിസപ്പിയർഡ് ആയെന്ന് നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹു ക്രിയേറ്റഡ് ദ ടൈം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയത്തെ ആര് സൃഷ്ടിച്ചു? ഹല്ലേലൂയ. സമയം ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്നു. God created the time. Praise the Lord. ദൈവം സൃഷ്ടിച്ചതാണ് സമയം എന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സമയമില്ല എന്ന് how can we say that? Praise the Lord. ഹല്ലേലൂയ. സമയം നമുക്ക് ധാരാളമുണ്ട്. Praise the Lord. പക്ഷെ നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്താവിഷയം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വിലമതിക്കാൻ പറ്റാത്തതായ ഒന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, അത് സമയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയാണ്, ഹൗ ഡു വി സ്പെൻഡ് അവർ ടൈം? നമ്മുടെ സമയങ്ങൾ നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമുക്കൊരു വലിയ ദൂത് നൽകുകയാണ്. ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ സമയങ്ങളെ എന്ത് ചെയ്യുക? സ്വരുക്കൂട്ടി വെക്കുക. അഥവാ ആമേൻ സ്തോത്രം, ഇൻവെസ്റ്റ് ചെയ്യുക. ആമേൻ, അതിനെ സൂക്ഷിക്കാൻ തുടങ്ങുക. ആമേൻ, നമ്മൾ നിക്ഷേപിക്കുക. യെസ്, യുനോ നമ്മൾ അത് എന്ത് ചെയ്യണം? നമ്മൾ നിക്ഷേപിക്കുന്നു. നമ്മൾ സമയങ്ങളെ ദൈവസന്നിധിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ പണങ്ങൾ നിക്ഷേപിക്കുന്നത് പോലെ ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ചില നാളുകൾ കഴിയുമ്പോൾ നമുക്ക് അത് എന്ത് കിട്ടും? അതിന്റെ മൂലധനവും കിട്ടും, അല്ലെങ്കിൽ ക്യാപിറ്റൽ കിട്ടും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതായ ബേസ് എമൗണ്ട് കിട്ടും. മാത്രമല്ല അതിന്റെ മുകളിലേക്ക് പലിശയും അതിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാം കൂടെ ആയിട്ട് വലിയൊരു എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹൗ ക്യാൻ വി ഇൻക്രീസ് അവർ ടൈം? പ്രൈസ് ദി ലോർഡ്. നമുക്ക് എങ്ങനെ സമയത്തെ വർദ്ധിപ്പിക്കാൻ കഴിയും? നമുക്ക് എങ്ങനെ സമയത്തെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? Stretch the time in the name of Jesus. I say, hallelujah. When you're faithful in 1 hour, when you're faithful in 1 day, praise God, is going to extend your time period. Hallelujah. ദൈവം നിന്റെ സമയത്തെ വർദ്ധിപ്പിക്കുകയാണ്. അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. How many of you are receiving in the mighty name of Jesus? എത്ര പേർ യേശുവിന്റെ നാമത്തിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടെന്ന് രാത്രിയിൽ? Hallelujah. സ്തോത്രം. I mean, stretching the time is in God's hand. ദൈവത്തിന്റെ കരങ്ങളിലുള്ള ദൈവിക പദ്ധതിയാണ് ആയുസ്സിനെ ദീർഘമാക്കുക, സമയത്തെ വർദ്ധിപ്പിക്കുക എന്നത്. ആമേൻ. ബില്ലി ഗ്രഹാം എന്ന് പറയുന്നതായ ഒരു ദൈവമനുഷ്യൻ ഉണ്ടായിരുന്നു. 1918 ജനിച്ച് 2018 മരിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന മനുഷ്യൻ. 100 വർഷത്തോളമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എത്ര വർഷമാ? 100 വർഷത്തോളം. വചനം പറയുന്നു, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപമോ കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ 21ാം നൂറ്റാണ്ട് കണ്ട ഒരു മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ 21ാം നൂറ്റാണ്ടിൽ കൊണ്ട് തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ മില്യൺ കണക്കിന് ആളുകൾ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ബില്യൺ കണക്കിന് ആളുകൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും തന്റെ പ്രസംഗങ്ങൾ ആർക്കൈവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ thousands and thousands, millions people ഇന്നും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. If you have any doubt, go to the YouTube and search for it. Praise the Lord, hallelujah. ബില്ലി ഗ്രഹാം ആർക്കൈവ്സിൽ നിന്നും ഇന്നും ആമേൻ ജനലക്ഷങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതായ വചനത്തിന്റെ ശബ്ദങ്ങൾ കഴിഞ്ഞ തലമുറയിൽ,
ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യൻ ഈ നൂറ്റാണ്ടിൽ ദൈവം അതിനേക്കാൾ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹൗ ക്യാൻ യു ബിലീവ് ഇറ്റ്? നിങ്ങൾക്ക് ഇത് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഒരു പ്രസംഗത്തിൽ 70,000, 80,000, 90,000 പേരോളം കൂടുന്നതായ വലിയ ക്രൂസൈഡ് വെറും 25 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതായ തന്റെ പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് ആമേൻ സ്റ്റേറ്റുകൾ താണ്ടി ആളുകൾ വരുന്നു. ആമേൻ 90,000, 85,000 പീപ്പിൾ. ഇപ്പോഴല്ല, 1950s മുതൽ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. അമേരിക്കയിൽ അതേ സമയം തന്നെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ലൈവായിട്ട് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര മില്യൺ കണക്കിന് ആളുകൾ അപ്പൊ കണ്ടിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, അനേകർ അതിന്റെ കാസറ്റ്സ് ആൻഡ് റെക്കോർഡിംഗ്സ് വായിച്ചിട്ട് വീണ്ടും കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മറ്റുള്ളവരിലേക്ക് പകരുന്നു. ഇന്ന് ആർക്കൈവ് ചെയ്തിരിക്കുന്നതായ വീഡിയോസ് എല്ലാം യൂട്യൂബിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. If you're faithful in this generation, God is going to manifest you in the next generation. ഈ തലമുറയിൽ നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെങ്കിൽ അടുത്ത തലമുറയിലും നിന്നെ തന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ട്. റീബാന ശാംസറ ലഗസ്മനാരിയ അന്താ റിഗച്ച പ്രബന്ധുര ലഗസ്മനാരിയ ചുഡ രമന ഹൽബറ ശഗസ്മനാദിയ. ഹല്ലേലൂയ. മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. മരിച്ചിട്ട് 6-7 വർഷത്തോളമായി ഇന്നും അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ thousands of millions of people's എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Are you ready to be faithful in the little things? Hallelujah. ചെറിയ കാര്യങ്ങൾ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കുവാൻ ഇന്ന് രാത്രിയിൽ are you ready to take a decision? Hallelujah. സമയത്തെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും? അദ്ദേഹത്തിന്റെ ആയുസ് നാം ചിന്തിക്കും ആമേൻ 100 വർഷമെന്ന്. എന്റെ കണക്ക് പ്രകാരം 106 ആയി ഇപ്പോൾ. Praise the Lord. Still he is alive with the message of cross, the message of Christ. Hallelujah. Amen. നമുക്കറിയാം എഴുതിയിരിക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എലീശ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ആമേൻ സ്തോത്രം ഇരട്ടി ആത്മാവിനെ ലഭിച്ച എലീശ ജീവനോട് ഇരുന്നപ്പോൾ ഒരാളെ ഉയർപ്പിച്ചുള്ളൂ. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഹല്ലേലൂയ, ഇന്ന വ്യക്തിയോട് ഇന്ന ദൂത് പറഞ്ഞത് ഞാൻ കേട്ടതാ, അവരുടെ തലമുറയിൽ അത് സംഭവിച്ചു കണ്ടില്ല, എന്നാൽ ആ വ്യക്തി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂതാണെങ്കിൽ അവർ മറഞ്ഞു പോയാലും അതിനെ പൂർത്തീകരിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം, സമയത്തെ സൃഷ്ടിച്ചവനായ ദൈവം, അവൻ ഒന്നും അസാധ്യമല്ല. Somebody believe and say amen. Hallelujah. In Jesus name. Hallelujah. We glorify. Hallelujah. Thank you master. Praise the Lord. Hallelujah. വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ദൈവമക്കളെ? Praise the Lord. 106-ാം വയസ്സിലും ആമേൻ ബില്ലി ഗ്രഹാം ഇപ്പോഴും അനേക ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. എത്രയാ? 40 വയസ്സുള്ള, 50 വയസ്സുള്ള, 60 വയസ്സുള്ള, 70 വയസ്സുള്ള, 80 വയസ്സുള്ള ഊർജ്ജസ്വലനായ ബില്ലി ഗ്രഹാം ആയിക്കൊണ്ട് തന്നെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് ആമേൻ 10 വയസ്സായ കുഞ്ഞുങ്ങൾ പോലും ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അദ്ദേഹത്തിന്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. They are getting transformed. Somebody believe it. Nothing is impossible for our God. Hallelujah. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വേഗത്തിലൊന്ന് മടങ്ങി വരാം. ഇറ്റാലിയ എന്നതായ പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നതായ ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനായിരുന്നു. തന്റെ ഗ്രഹത്തോടൊപ്പം ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അകത്ത് വരുന്നത് സ്പഷ്ടമായിട്ട് കണ്ടു. ആമേൻ സ്തോത്രം. കൊർന്നല്യോസ് എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നുള്ളവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ചു. സകലവും വിളിച്ചു പറഞ്ഞിട്ട് യോപ്പയിലേക്ക് ആളയച്ചു. ഞാൻ ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ വായിച്ചത് നിങ്ങളുടെ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഒരു ദൂതനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അവൻ പകൽ 9-ാം മണി നേരത്ത് ദർശനത്തിൽ കണ്ടോ. അപ്പൊ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മെ ദർശനത്തിലൂടെ പരിശുദ്ധാത്മാവ് ചില നിയോഗങ്ങൾ കൈമാറുന്ന ഒരു സമയമാണ്. ടൈറ്റിൽ എന്താ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ? വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മിലൂടെ. പറഞ്ഞാട്ടെ, എന്നിലൂടെ. നമ്മൾ ഓരോരുത്തരും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നിലൂടെ. വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്
ത്രൂ മീ. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിലൂടെ, പ്രൈസ് ദി ലോർഡ്, എന്റെ ദേശത്തിലൂടെ, എന്റെ ശുശ്രൂഷയിലൂടെ, ആമേൻ, എന്റെ ജോലിയിലൂടെ. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് വഴി എഴുതിയിട്ടുണ്ട്. ഇവിടെ വലിയ മർമ്മം പരിശുദ്ധാത്മാവ് രാത്രി ഓപ്പൺ ആക്കുന്നുണ്ട്. ആമേൻ. അദ്ദേഹം ഒരു ശതാധിപനായിരുന്നു. തന്റെ 2 ജോലിക്കാരെ വിളിച്ചു. തന്റെ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളി. അപ്പോൾ ഈ പടയാളി എന്ത് ചെയ്യാൻ തുടങ്ങി? തന്റെ യജമാനനായ ശതാധിപനെ കണ്ട് താനും ഒരു ദൈവഭക്തനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതം കണ്ട് അനേകർ എന്ത് ചെയ്യണം? യേശുവിനെ അനുകരിക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ ആർക്കും ഒരു സ്തോത്രം വരുന്നില്ലല്ലോ. സ്തോത്രം. എന്റെ ജീവിതം ഒന്നും കണ്ട അങ്ങനെയൊന്നും ആരും എന്ത് ചെയ്യത്തില്ല. യേശുവിനെ അങ്ങനെ അനുഭവിക്കാൻ യാതൊരു സാധ്യതകളുമില്ല. അങ്ങനെ വേണ്ട പാസ്റ്ററെ. പലപ്പോഴും തെറ്റിപ്പോ നമുക്ക് തന്നെ അറിയാം നമ്മൾ എവിടെയൊക്കെയാ തെറ്റിയിരിക്കുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ആ കാര്യത്തിൽ കർത്താവിനോട് ഒരു ഗ്യാരണ്ടി കൊടുക്കത്തില്ല. ഇന്ന കാര്യങ്ങൾ ഞാൻ തെറ്റാ, അതുകൊണ്ട് എന്നെ കണ്ട് ആരും യേശുവിനെ അനുഗമിക്കാൻ സാധ്യതയില്ല. അതിന് വേണ്ട. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, യു മസ്റ്റ് റിഫ്ലക്ട് ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്. നീ യേശുവിനെ നിന്റെ ജീവിതത്തിലൂടെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഒരു മാതൃകയുള്ളവരായിരിക്കണമെന്ന് ഇന്ന് കേൾക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും കറക്റ്റ് ചെയ്യുന്നു. So surrender your life and say to Christ, from this day onwards I am going to be a reflection of Christ Jesus and his image of glory. Hallelujah. ദൈവ മഹത്വത്തിന്റെ ഹല്ലേലൂയ പ്രതിബിംബമായി ഞാൻ മാറുവാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവഭക്തനായ ഒരു ശതാധിപൻ തന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായ പടയാളിയെ കർത്താവിലേക്ക് നയിക്കുന്നവനായിരുന്നു. ശ്രദ്ധിച്ചേ. ആമേൻ. ഇവൻ കൊർന്നല്യോസ് കാണുന്നതായ ദർശനം എന്താണെന്ന് ശ്രദ്ധിച്ചേ. ദർശനത്തിൽ വന്ന ദൂതൻ പറയുക, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥന ബെസ്റ്റ് ആണ്, നിന്റെ ദാനധർമ്മം ബെസ്റ്റ് ആണ്, നിന്റെ ദൈവഭക്തി ബെസ്റ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ നമ്മളോട് ഒരു ദൂതൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എയറിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഭൂമിയിലെങ്ങും ആയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം ദൂതൻ വിട്ടില്ല, പറഞ്ഞു, ഇപ്പോൾ നീ എന്ത് ചെയ്യണം? യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനുണ്ട്. അവൻ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു. അവനെ എന്ത് ചെയ്യണം? വിളിച്ചുകൊണ്ട് വരണം. അവൻ ആരാ? അന്വേഷിച്ചു കഴിഞ്ഞാൽ പണ്ടൊരു മുക്കുവനായി നടന്നവനാ. പ്രൈസ് ദി ലോർഡ്. അവനെ ഞാൻ എന്തിനു വിളിക്കണം? ഞാൻ ഇത്താലിക പട്ടണത്തിലെ ശതാധിപനാ. പ്രൈസ് ദി ലോർഡ്. നോ 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 നോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന് മുമ്പിൽ ആമേൻ ആ വലിയ മനുഷ്യൻ വളരെ താഴാൻ തുടങ്ങി. ആമേൻ. സ്വന്തം പ്രാർത്ഥന സ്വർഗം കേട്ടു, സ്വീകരിച്ചു, ദാനധർമ്മം സ്വീകരിച്ചു, പിന്നെയും താഴാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം ദൂതൻ വിസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെലിബ്രിറ്റി ആയി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ആ മനുഷ്യൻ വീണ്ടും താഴാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഉടനെ തന്നെ ആളെ അയച്ചു, പത്രോസിനെ വിളിപ്പിക്കാൻ വിട്ടു. പ്രൈസ് ദി ലോർഡ്. വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പറയും ആരെ വിളിക്കണം, എവിടെ നിന്ന് വിളിക്കണം, എവിടെ നിന്ന് വചനം കേൾക്കണം, ആരിലൂടെ സംസാരിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അതിനുള്ളതായ പ്രവൃത്തി നിന്നിലൂടെ ചെയ്യും. അത് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കുവാൻ നിനക്കൊരു ആഗ്രഹമുണ്ടോ? ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവ് ആരിലൂടെ കേൾപ്പിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് വേഗത്തിൽ ഒന്ന് കേൾക്കാം. ആമേൻ. സ്തോത്രം. ഇത് കേൾക്കുവാൻ ആഗ്രഹത്തോടു കൂടി താൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. മാത്രമല്ല താൻ ഒരു വലിയ സത്യം ഗ്രഹിക്കണം. ആമേൻ. ആ മനുഷ്യൻ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ശരിയാ, ദാനധർമ്മങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, കർത്താവിനെ അറിയാം, വളരെയധികം ഭക്തിയും ഭയവും ഒക്കെയുള്ള മനുഷ്യനാണ്, സ്വർഗം അംഗീകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ഇങ്ങനെ പോരാ കൊർന്നല്യോസേ എന്ന് ദൂതൻ വന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ മനുഷ്യൻ എന്ത് ചെയ്തോണ്ടനെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം ഇട്ടറിഞ്ഞ് തന്റെ വഴിക്ക് പോയേനെ. പക്ഷെ ആദ്യം എന്ത് ചെയ്തു? ആ മനുഷ്യനെ അക്നോളജ് ചെയ്തു. ഒരു മനുഷ്യൻ നമ്മുടെ അടുക്കലേക്ക് സുവിശേഷം കേൾക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ അവരെ ഒന്ന് സ്വീകരിക്കണം, ഒന്ന് അക്നോളജ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നവരാണോ? വളരെ നല്ല കാര്യം. കർത്താവ് അതിന് പ്രതിഫലം തരും കേട്ടോ. ദൈവദാസന്മാരെ മാനിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അതിനും പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടും കേട്ടോ. ഇത് പറയുമ്പോഴേക്കും പിന്നെയും കേൾക്കാനായിട്ടുള്ളതായ താല്പര്യം അവരിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ശുശ്രൂഷകന്മാരുമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു? വേഗത്തിൽ പത്രോസിനെ വിളിക്കാനായിട്ട് ആമേൻ ജോലിക്കാരെ വിടാനിടയിൽ തീർന്നു. പ്രൈസ് ലോർഡ്.
ജോലിക്കാരെ വിട്ടതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു, പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമായതോ ഒന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ച് പടിവാതിൽക്കൽ നിന്നു, പത്രോസ് എന്ന പേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആദ്യം എന്ത് ചെയ്തു? കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ കൊർന്നല്യോസിന്റെ വീട്ടിൽ ആരാ വന്നത്? ദൂതനല്ലേ വന്നേ. പക്ഷെ ഇവിടെ ആത്മാവ് പത്രോസിനോട് പറയുക, അവരെ ഞാൻ അയച്ചതാണ്. ആരാ പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. ആരാ പറയുന്നേ? പരിശുദ്ധാത്മാവ്. പറഞ്ഞാട്ടെ, വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ചിലർ നമ്മളെ അന്വേഷിച്ച് വീട്ടിൽ വരുന്നത്. ആമേൻ. അവർ വഴിതെറ്റി വരുന്നതല്ല, ദൈവം അവരെ പറഞ്ഞയച്ചിട്ട് വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചാട്ട്. ഹല്ലേലൂയ. രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, എങ്ങനെയാ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഈ പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്രസംഗം പ്രസംഗിക്കാനായിട്ടല്ല നിൽക്കുന്നത്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആത്മാവ് എന്താണോ നിങ്ങളോട് പറയാനായിട്ട്, കൺവേ ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ തന്നിരിക്കുന്നത്, അത് മാത്രം പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് വെറൊരു മെസ്സഞ്ചർ ആയിട്ടാണ്. ഓൺലി എ മെസ്സഞ്ചർ, ഐ ആം നോട്ട് എ കമാൻഡർ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൽപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ദൈവം എഴുതി വിട്ടിരിക്കുന്ന ആ മെസ്സേജ്, ആമേൻ, അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതായ ഒരു മെസ്സഞ്ചറാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ആമേൻ ഒരു പോസ്റ്റുമായിട്ട് വരുന്ന പോസ്റ്റ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹമാണോ കത്ത് എഴുതിയത്? പ്രൈസ് ദി ലോർഡ്. കത്ത് എഴുതിയത് വേറൊരു മനുഷ്യനല്ലേ? പ്രൈസ് ദി ലോർഡ്. അതിന് പിന്നിൽ വേറെ ആളില്ലേ? ഹല്ലേലൂയ. ഈ പോസ്റ്റ്മാനുമായിട്ട് എനിക്ക് യാതൊരു വിധമായ ബന്ധവുമില്ല. ഈ പോസ്റ്റ്മാനെ എനിക്ക് യാതൊരു രീതിയിലും ഇഷ്ടവുമല്ല, സ്നേഹവുമല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നിരുന്നാലും കത്ത് വേണ്ടാന്ന് നമ്മൾ പറയുമോ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കത്ത് കൊണ്ടുവരുന്ന മെസ്സഞ്ചറുടെ, പോസ്റ്റ്മാന്റെ ക്വാളിറ്റി നോക്കിയിട്ടും ക്വാണ്ടിറ്റി നോക്കിയിട്ടും അവന്റെ ഹല്ലേലൂയ പഠിപ്പ് നോക്കിയിട്ടും അല്ല ആമേൻ ആ കത്ത് നമ്മൾ വാങ്ങിക്കുന്നത്. ആമേൻ സ്തോത്രം. അത് എഴുതി വിട്ടിരിക്കുന്നത് അത് നമ്മുടെ അഡ്രസ്സിലേക്ക് ആയതുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് വചനം പറയുന്നത് ആരുമായിക്കൊള്ളട്ടെ, അതിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റ്, അതിൽ എഴുതിയിരിക്കുന്ന മെസ്സേജിന്റെ ഉള്ളടക്കം എന്താണെന്ന് കേൾക്കുവാനും അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും ഇന്ന് രാത്രിയിൽ തീരുമാനമെടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നിന്റെ പ്രാർത്ഥന ഹല്ലേലൂയ അതിന് മറുപടി വരും. നിന്റെ ഉപവാസം അതിന് മറുപടി വരും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പോസ്റ്റ്മാനോടുള്ളതായ വ്യക്തി വൈരാഗ്യം മൂലം കത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ആമേൻ അത് അയച്ചവനിലേക്ക് മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആത്മാവ് നമ്മോട് പറയുകയാണ്, വചനം ആമേൻ അത് മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. പ്രവചനം അത് മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഹല്ലേലൂയ. അത് മനുഷ്യൻ കൊണ്ടുവന്ന ഐഡിയ അല്ല, മനുഷ്യന്റെ പദ്ധതിയല്ല, പ്ലാൻ അല്ല. ഇത് ദൈവം വിഭാവനം ചെയ്ത ഹല്ലേലൂയ ദൈവിക പദ്ധതിയും ദൈവികമായ ഇടപെടലുമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അപ്പോൾ ആദ്യം കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. കൊർന്നല്യോസിന് ഒരു നിയോഗം കൊടുത്തു. ആ നിയോഗം കൈമാറിയിട്ട് ദൂതൻ അവിടെ നിന്നില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് വേഗത്തിൽ തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ പാർക്കുന്ന പത്രോസിനോട് ഹല്ലേലൂയ ദൂതറിയിക്കാനായിട്ട് എനിക്കൊരു ആത്മവിവശത വന്നു. ആമേൻ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കൊർന്നല്യോസ് പ്രാർത്ഥിക്കാൻ കയറുന്ന വ്യക്തി ആയതുകൊണ്ട് അവൻ ദർശനം കാണാൻ തുടങ്ങി. പത്രോസ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അവനും ദർശനം കാണാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം
പ്രവൃത്തി എന്നിലും നിന്നിലും വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചേ മതിയാകൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തെറ്റാതെ തുടക്കത്തിൽ പറഞ്ഞത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും ആരും അപഹരിച്ചു കൊണ്ട് പോകുകയില്ല. വചനം എവിടെയൊക്കെ കണക്ട് ആവുന്നുണ്ടെന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് പറയുന്നു. ഇഫ് യു റെഡി ടു കണക്ട് വിത്ത് ദ ഗാഡ്, ദൈവമായിട്ട് ആമേൻ ഹല്ലേലൂയ കണക്റ്റഡ് ആകുവാൻ, ഹോളി സ്പിരിറ്റുമായിട്ട് കണക്റ്റഡ് ആകുവാൻ നീ സമയം വേർതിരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ, മറ്റെല്ലാ ഹല്ലേലൂയ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തിയായി ദൈവസന്നിധിയിൽ പോയി ഇരിക്കുവാൻ തീരുമാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, there is going to be something special hallelujah that's coming on your way. നിന്റെ വഴിയിലേക്ക് നിന്നിലേക്ക് ചില സ്പെഷ്യൽ ആയിട്ടുള്ള ദൈവിക നിയോഗങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. എന്നെ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ചതായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, കൊർന്നേലിയോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ദർശനം കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. പത്രോസ് പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി, അവൻ ദർശനം കാണാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ഓരോരുത്തരിലൂടെയാണ് കർത്താവ് ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിന് നമ്മുടെ അവൈലബിലിറ്റി ഈസ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അവൈലബിൾ അല്ലെങ്കിൽ ദൈവത്തിന് നമ്മിലൂടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആദ്യകാലത്ത് എന്ന പോലെ ഈ അന്ത്യകാലത്തും പരിശുദ്ധാത്മാവിന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ നിശ്ചയമായും വെളിപ്പെടുന്ന കാലഘട്ടമാണ് the years coming after. Praise the Lord. Hallelujah. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? പ്രൊഫറ്റിക്കൽ റിലത്തിൽ നിന്നുകൊണ്ട്, പ്രൊഫറ്റിക്കൽ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഹല്ലേലൂയ സംസാരിക്കുന്നു. Praise the Lord. What's going to happen? Hallelujah. What is the immediate advancement according to the theology of God? Hallelujah. ദൈവശാസ്ത്രപരമായി, പ്രവചനാത്മപരമായി, ദൈവിക പദ്ധതിപരമായി എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതായ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതായ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇതാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മുൻപുള്ള കാലങ്ങളെക്കാൾ കൂടുതലായി മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു, വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചെന്നിട്ട് ചിലർക്ക് ദർശനം കൊടുക്കും, അവർക്ക് വഴി കാണിച്ചു കൊടുക്കും, അവർക്ക് അഡ്രസ് പറഞ്ഞു കൊടുക്കും, അവർക്ക് ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കും, അവർക്ക് ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കേണ്ട ദൂത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവരെ കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരും. നാം ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, ഞാൻ പോയി സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വീകരിക്കത്തില്ല, ഞാൻ പോയി കർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വീകരിക്കത്തില്ല, ഞാൻ പോയി ട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അത് മാനസാന്തരം ഉണ്ടാകത്തില്ല, അവൻ ട്രാക്ട് വലിച്ചു കയറി കളയത്തേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, മുൻവിധികളെ മാറ്റിവെക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓവർകം ഓൾ ദി prejudice mindset in the name of Jesus. ഹല്ലേലൂയ. മുൻവിധി ഉണ്ടാക്കുന്നതായ മാനസിക ചിന്തകളെ, മാനസിക വികാരങ്ങളെ ഇന്ന് രാത്രിയിൽ ആമേൻ ജയിച്ചടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആമേൻ ദൂത് പറയുന്നു. In the mighty name of Jesus. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് ഇന്ന് രാത്രിയുടെ വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. മനസ്സ് പറയും മുൻവിധിയായി ചിലത്, മുൻവിധികളെ അതിജീവിക്കുവാനുള്ളതായ ഒരു സ്പെഷ്യൽ അനോയിന്റിങ്ങിനെ ഇന്ന് രാത്രിയിൽ ഈ സൂം ലൈനിലൂടെ ഇമ്പാക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പല മുൻവിധികളുമല്ലേ അനേകരോട് സുവിശേഷം പറയുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞത്. ആമേൻ സ്തോത്രം. അനേക കുടുംബങ്ങൾക്ക് രക്ഷ നമ്മിലൂടെ കിട്ടാതെ പോയതിന്റെ കാരണം നമ്മുടെ മുൻവിധികളല്ലേ. In the name of Jesus, can you surrender your prejudiced mindset? Praise the Lord. Hallelujah. അങ്ങനെയുള്ള പ്രജുഡൈസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിനെ ഇന്ന് രാത്രിയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു അതിനെ ഓവർകം ചെയ്യുവാനായിട്ടുള്ള ഒരു ദൈവ കൃപ ഇന്ന് രാത്രിയിൽ സൂം ലൈനിലൂടെ വ്യാപരിക്കുന്നുണ്ട്. In the mighty name of Jesus. Praise the Lord. Hallelujah. ശ്രദ്ധിച്ചേ, ഈ പത്രോസ് ദർശനം കണ്ടിട്ട് ദർശനത്തിൽ 3 തവണ ദൂതനുമായിട്ടൊരു വലിയ മൽപിടുത്തമാണ്, നെഗോഷിയേഷൻ. In Jesus' name, a rebuke
all the spirit of negotiation against the kingdom of God and the plan of God and the talk of the Holy Spirit and the talk of the angel of God. ദൈവദൂതൻ സംസാരിക്കുന്നതിനോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതിനോടും ദൈവിക പദ്ധതികൾ നമ്മോട് സംസാരിക്കുന്നതിനോടും മുമ്പിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നതായ, ഹല്ലേലൂയ, കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായ ചില വിഷയങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ പറയുന്നവർക്ക് മാത്രമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. ആമേൻ. പത്രോസ് നെഗോഷിയേറ്റ് ചെയ്തു. പത്രോസ് സാധാരണ രീതിയിൽ അപ്പുറം നെഗോഷിയേറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ അത്രയും മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഇത് ആത്മാവിൽ കയറിയിട്ട് ആത്മവിവശതയിൽ ദർശനം കണ്ടോണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നെഗോഷിയേറ്റ് ചെയ്യുക. ഓ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസ് പറയുക, ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ വിശുദ്ധനാണ്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കാൻ പറ്റത്തില്ല. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ആമേൻ, സ്തോത്രം. ഒന്നാമത് ഇവന് വിശക്കാം, അതാ എന്റെ മെയിൻ സംഭവം. ഫിസിക്കലിയും സ്പിരിച്വലിയും ഭയങ്കര സ്റ്റാർവിങ്ങിലായിരിക്കുന്നത്, ഭയങ്കരമായിട്ട് വിശന്നിരിക്കുക, അല്ലെ? അങ്ങനെയല്ല അതിന്റെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവനൊരു ഒരു ഫിസിക്കൽ സ്റ്റാർവേഷൻ അഥവാ ഒരു ഹങ്കർ ദൈവം ഇട്ടുകൊടുത്തു. ആ ഹങ്കറിന്റെ അകത്ത് അവൻ ഭക്ഷണം ഒരുക്കാനായിട്ട് കമാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പോയി ആത്മവിഷത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അവന് ഭക്ഷിക്കത്തക്ക നിലവാരത്തിൽ ആമേൻ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുക? അവൻ ഉയരത്തിലെ ദർശനമായിട്ട് വന്നിരിക്കുക. സകലവിധമായ നാൽക്കാലികളും സകലവിധമായ ഇടജാതികളും ഉള്ളതായ ആകാശത്തിലെ പറവയും ഒക്കെ ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് അറുത്തു തിന്നുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ശരീരത്തിൽ നമ്മുടെ എന്താ പറയാ, നമുക്ക് വിശന്ന് നമ്മൾ ഭാരപ്പെടുമ്പോൾ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു പരവേശവും ഒരു തത്രപ്പാടും ഒരു വെപ്രാളം ഒക്കെ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ഒരു ഹങ്കർ എവിടെയുണ്ട്? സ്പിരിച്വലി ഉണ്ട്. ആമേൻ. realize ചെയ്യുന്നുണ്ട്. How many of you realize that there is a spiritual hunger inside of you? There is a spiritual thirst inside of you? നിങ്ങളുടെ അകത്ത് ആത്മീകമായ ഒരു വിശപ്പും ഒരു ദാഹവും ദൈവം ഇട്ടിട്ടുണ്ടെന്നാണ് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? Praise the Lord. Hallelujah. ആമേൻ. നമ്മൾ ആ ദർശനത്തിന്റെ മർമ്മങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. ആമേൻ. God is going to reveal the mysteries within the revelation of God. Hallelujah. ദൈവിക ദർശനങ്ങൾക്കുള്ളിൽ ആമേൻ സ്തോത്രം ഒതുങ്ങിയിരിക്കുന്നതായ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. Praise the Lord. Hallelujah. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. Praise the Lord. ആ ശബ്ദം വീണ്ടും ഉണ്ടായി. എന്നിട്ട് എന്താ പറഞ്ഞേ? ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് നിരൂപിക്കുന്നുവോ? വലിയ ആത്മീക മർമ്മങ്ങളുണ്ട്. ഇത് ഓൺലൈനാണ്, റെക്കോർഡിംഗ് ആണ്. എല്ലാവരും റെക്കോർഡിംഗിൽ പറയാൻ പറ്റത്തില്ല. നാം പലപ്പോഴും മുൻവിധികൾ കൊണ്ട് തള്ളിക്കളയുന്ന ഒരു കൂട്ടം പുറത്തുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. Praise the Lord. Spirit of God is speaking to every evangelist who are listening to this words. ദൈവ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സുവിശേഷകരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, മുൻവിധികൾ കൊണ്ട് നമ്മൾ തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം കർത്താവിന്റെ വചനം കേൾക്കേണ്ടതിന് ദൈവം വിശുദ്ധീകരിച്ച ചിലത് പുറത്തുണ്ട്. റിയലൈസ് ദിസ്. അങ്ങനെ എത്ര പ്രാവശ്യം ഉണ്ടായി? 1 അല്ല 2 അല്ല 3 തവണ. ഇത്രയും ഭക്തനായ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആമേൻ ദൂത് ലഭിക്കുന്ന 3000 പേരൊക്കെ ഒറ്റ പ്രസംഗത്തിൽ സ്നാനമേറ്റ് ആമേൻ കയറി വന്നതായ പത്രോസ് ആത്മാവിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുക? നെഗോഷിയേറ്റ് ചെയ്യുക. നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. എന്നിട്ടോ ദർശനം കണ്ട അവൻ എഴുന്നേറ്റ് വന്നിട്ട് ദർശനം എന്തായിരിക്കുമെന്ന് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ആങ്സൈറ്റിയിൽ ഇരിക്കുക, എന്താ പറയാ, അൺസർട്ടനിറ്റിയിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹൗ ടു ഡു, എങ്ങനെ ഈ ദർശനം എക്സിക്യൂട്ട് ആവും, എങ്ങനെ ഈ ദൂത് വെളിപ്പെടും, എങ്ങനെ ഈ ദൈവപ്രവൃത്തി എന്നിലൂടെ പുറത്തു വരും, ഞാൻ എങ്ങനെയാ ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ ഒരു സാക്ഷിയായി നിൽക്കുന്നത്, ഞാൻ എങ്ങനെയാ കുടുംബങ്ങളെ കർത്താവിലേക്ക് നേടുന്നത്. ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് നമ്മൾ പറഞ്ഞ് കൊണ്ട് ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പറയുക, നിന്നെ അന്വേഷിച്ച് 3 പേര് പുറത്തു വന്നിട്ടുണ്ട്, അവരെ വിട്ടത് ഞാനാ, നീ ഒന്നും സംശയിക്കാതെ പൊക്കോളാൻ. ആമേൻ. സ്പിരിച്വലി ഡിബേറ്റ് ചെയ്ത്
നിർത്തിയെടുത്ത് അല്ലെങ്കിൽ നെഗോഷിയേറ്റ് നിർത്തിയെടുത്ത് ഫിസിക്കലി ദൈവം എന്ത് ചെയ്തു? അങ്ങോട്ട് അങ്ങ് ശരിക്കും അങ്ങോട്ട് ഇടിച്ചു കയറി അങ്ങ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ടൊന്നും പറയാൻ പത്രോസിന് അനുവാദം കൊടുക്കാതെ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോ പത്രോസെ, എന്ത് ചെയ്യുക, നിന്നെ അന്വേഷിച്ച് ആള് വന്നിരിക്കുക. പരിശുദ്ധാത്മാവ് ചിലർ എന്ത് ചെയ്യുക? പുഷ് ചെയ്യുക. ആമേൻ. പരിശുദ്ധാത്മാവ് ചിലർ പുഷ് ചെയ്യുക. പരിശുദ്ധാത്മാവ് ചിലരെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ടു ഗോ ആൻഡ് പ്രീച്ച് ദി ഗോസ്പൽ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ളവരുടെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ശുശ്രൂഷിക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹേമിപ്പിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആമേൻ. സഹോദരൻ, ഇതാണ് ഈ ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണമേ. ദൂതനെ വിട്ടത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. കൊർന്നല്യോസിന്റെ ഹിസ്റ്ററി അറിയാവുന്നത് പരിശുദ്ധാത്മാവിന്. കൊർന്നല്യോസിന്റെ രഹസ്യ ജീവിതം അറിയാവുന്നത് പരിശുദ്ധാത്മാവിന്. കൊർന്നല്യോസിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയുന്നത് പരിശുദ്ധാത്മാവിന്. ഒറ്റ ചോദ്യം, പരിശുദ്ധാത്മാവെ, ഇത്രയും ശക്തനായ ഒരു ദൂതനെ വിട്ട അങ്ങേക്ക് എന്തുകൊണ്ട് സുവിശേഷം കൂടെ ആ ദൂതനിലൂടെ പറയിച്ചുകൂടായിരുന്നു? അങ്ങനെയെങ്കിൽ ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന പത്രോസിന്റെ അടുക്കൽ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതാണ് എന്റെ ചോദ്യം. പക്ഷെ എനിക്കൊരു ഉത്തരം കിട്ടി. നമ്മൾ പാടുന്നൊരു പാട്ടാ, ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായ്ത്താൻ അനുദിനമെനിക്കവൻ. ദൂതഗണം കാവലായ്ത്താൻ അനുദിനമെനിക്കവൻ. നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശനു സതതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതർക്കും കൂടെ അവകാശം, ദൂതർക്ക് ലഭിക്കാത്ത സ്പെഷ്യൽ പ്രിവിലേജ് ടു സ്പീക്ക് അബൌട്ട് ദി ഗോസ്പൽ ഓഫ് ദി ലിവിംഗ് ഗോഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ മർമ്മം മറ്റുള്ളവരോട് അറിയിക്കുവാൻ എന്റെ മേൽ ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് സ്വർഗ്ഗത്തിലെ ദൈവം ഇട്ടിരിക്കുന്ന. How many of you believe it and receive in Christ Jesus? ഹല്ലേലൂയ. എത്ര പേർ അത് സ്വീകരിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ദൂതന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല സുവിശേഷം എന്നുള്ളത്. പിന്നെയോ ശുശ്രൂഷിക്കുന്ന ചിലരുടെ അടുക്കിലേക്ക് ദൂതുവാഹിയായിട്ട് വരാം. മുമ്പേ പറഞ്ഞ ഉദാഹരണം മറക്കല്ലേ, മെസ്സഞ്ചർ. ആമേൻ. ഹല്ലേലൂയ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആസ് എ മെസ്സഞ്ചർ. ചർച്ച നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ വി ആർ എ മെസ്സഞ്ചർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാ? അനേക സുവിശേഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന മെസ്സഞ്ചർ ആയിട്ട് കർത്താവ് നമ്മെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭാ ആരാധനയെങ്കിൽ നമ്മൾ ചെല്ലുന്നത് ആമേൻ സുവിശേഷം കേട്ട് ആമേൻ രക്ഷ പ്രാപിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം അറിയിക്കുന്ന അനേകർ ജനിക്കുന്ന ഇടമാണ് ആരാധനകൾ. ഹല്ലേലൂയ. സഭായോഗങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് എന്ന് പറയുന്നത് അനേക സുവിശേഷകരെ ജനിപ്പിക്കുന്ന ഒരു പ്രോസസ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Praise the Lord. It's not going to be just an inspiration or motivational speech. Rather, it's going to be, hallelujah, amen, സ്തോത്രം, ജനറേഷന്റെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ അനേകരെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇട്ടിരിക്കുകയാണ്. Hallelujah. സ്തോത്രം. ഇതൊരു മോട്ടിവേഷണൽ സ്പീച്ച് അല്ല, ഇതൊരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ടോക്ക് അല്ല. Praise the Lord. Hallelujah. അനേകർ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ചിലരെ കർത്താവ് ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ്. ചില സുവിശേഷകരെ ഈ സൂം ലൈനിൽ കർത്താവ് ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, കാതലായ വിഷയം, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന് ദൂതൻ മുഖാന്തരം ഈ ശുശ്രൂഷ ചെയ്തുകൂടാഞ്ഞു? എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം ഇതിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്ത് ഇരിക്കുക എന്ന ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവർ ഒക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ? ആമേൻ. സ്തോത്രം. രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ? രക്ഷ പ്രാപിക്കാൻ ഇരിക്കുന്നവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുത്തുവാനുള്ള ശുശ്രൂഷയല്ല, മറിച്ച്
രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരെ ശുശ്രൂഷിക്കണം. എന്നെയും നിങ്ങളെയും മിനിസ്റ്റർ ചെയ്യേണ്ടതിന് നാം ക്ഷീണിച്ചു പോകുമ്പോൾ നമുക്ക് ദർശനം നൽകി നമ്മളെ ബലപ്പെടുത്തേണ്ടതിന്, നാം തളർന്നു പോകുമ്പോൾ നമുക്ക് ഭക്ഷണം നൽകി നമ്മെ ശക്തീകരിക്കേണ്ടതിന് ദൈവം അയക്കുന്ന ദൂതന്മാരാണ്, ആമേൻ, സേവകാത്മാക്കളാണ് ദൂതന്മാരെന്ന് തിരുവചനം പറയുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മോട് പറയുകയാണ്, നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദർശനം കാണിക്കുന്നതായ പരിശുദ്ധാത്മാവ്, ആമേൻ, ആ ദർശനം നമ്മിലൂടെ പ്രവർത്തിപ്പിക്കുവാൻ, നമ്മിലൂടെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അതാണ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കുന്നത് ഒരിക്കലും ദൂതന്മാരിലൂടെയല്ല, അത് എന്നിലൂടെയും നിങ്ങളിലൂടെയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മളിൽ എത്ര പേർ അതിന് അവൈലബിൾ ആണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിന് പറയാമായിരുന്നു, എന്നെ ഇപ്പൊ എങ്ങോട്ടാ അയക്കുന്നത്? കൊർന്നേലിയോസിന്റെ കുടുംബത്തിലേക്ക്. ഞാനിവിടെ 3000 സ്നാനം കഴിപ്പിച്ചിട്ട് ഇരിക്കുക. അന്നേരം ചുരുങ്ങി 3-4 പേരുടെ അടുക്കിലേക്ക് എന്നെ അയക്കുവാണോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. ഫിലിപ്പോസിനോട് ചോദിക്കാൻ 8-ാം അധ്യായത്തിലുണ്ടല്ലോ. ഫിലിപ്പോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാനിവിടെ യെരുശലേമിൽ ഇപ്പൊ വലിയ ക്രൂസേഡ് നടത്തിക്കൊണ്ടിരിക്കുക, ഇവിടെ വലിയ ഹീലിംഗ് മിനിസ്ട്രി നടന്നുകൊണ്ടിരിക്കുക, 1000-കണക്കിന് 10,000-കണക്കിന് ആളുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ നീ വന്ന് എന്നോട് പറയുക ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാനോ? പ്രൈസ് ലോർഡ്. എന്ത് വിഡ്ഢിത്തമാ പറയുന്നത്, എന്തൊരു ഭോഷത്വമാ പറയുന്നത്. പ്രൈസ് ലോർഡ്. ദിസ് ഈസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഒരു വ്യക്തി വചനം വായിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവെ അങ്ങ് കണ്ടില്ലേ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന ഷണ്ണനെ? പ്രൈസ് ലോർഡ്. അവൻ വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടൊരു ദൂതനെ അയച്ച് അവനെ അത് മനസ്സിലാക്കി കൊടുത്തുകൂടാ? പ്രൈസ് ലോർഡ്. എന്നെ എന്തിനു അയക്കുന്നു എന്ന് ഫിലിപ്പോസിനോട് വേണമെങ്കിൽ ചോദിക്കാം. പ്രൈസ് ലോർഡ്. എന്നാൽ ഫിലിപ്പോസെ, നിന്നെ വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, ദൂതനെ വെച്ചിരിക്കുന്ന വേറെ ശുശ്രൂഷയുണ്ട്. 5 തലന്ത് കിട്ടിയവനെ നിന്നെ വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, 2 കിട്ടിയവരെ വെച്ചിരിക്കുന്ന ശുശ്രൂഷയുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവനവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നു. അത് ചിലപ്പോ 3000-നെ പിടിക്കാനായിരിക്കാം, ചിലപ്പോ 10,000-നെ പിടിക്കാനായിരിക്കാം. അതിന്റെ ഇടയിലായിരിക്കും കർത്താവ് നമ്മോട് പറയുന്നത്, ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഒന്ന് ചെന്നേ. അവിടെ ഒരുവൻ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുക? തോൽ ചുരുൾ വായിച്ചു കൊണ്ടിരിക്കുക. അവനത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നീ രഥത്തിനോട് ചേർന്ന് കിടക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വഴി പോകുമ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധം? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ പറയുന്നു, ഫിലിപ്പോസേ, നീ ഇതുവരെ ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ലേ? സാരമില്ല, പത്രോസിനെ വിളിക്കാൻ നീ നിക്കണ്ട. പ്രൈസ് 3000-നെ സ്നാനം കഴിപ്പിച്ച പത്രോസ് ഉണ്ടല്ലോ, എന്നാ പത്രോസിനെ വിളിക്കട്ടെ. പ്രൈസ് ലോർഡ്. വേണ്ട, നിന്നെ വിട്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഒരുത്തനെ സ്നാനം കഴിപ്പിക്കാനും കൂടിയാണ്. അതിനുള്ള ഓർഡിനേഷൻ ആര് തന്നു? ചോദ്യത്തിന് മുമ്പിൽ നീ പകയ്ക്കണ്ട. ആളുകൾ നിന്നോട് ചോദിച്ചേക്കാം, സ്നാനം കഴിപ്പിക്കാൻ എനിക്ക് അധികാരമുണ്ടോ, കൈവപ്പുണ്ടോ? ഇന്നില്ല. പോകുന്ന വഴിക്ക് നീ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? പരിശുദ്ധാത്മാ നിയോഗത്തിൽ നീങ്ങുന്ന ഫിലിപ്പോസേ, പരിശുദ്ധാത്മാ പറയുന്നു, നീ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ ഇന്നു മുതൽ ചിലരിൽ കർത്താവ് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ട് എന്താണ് ഇനി അടുത്ത തിയോളജിക്കൽ അഡ്വാൻസ്മെന്റ് പറയുന്നത്? പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ ഇതുവരെ ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ല, എന്നാൽ ഇന്ന് ഞാൻ ആദ്യമായി ചിലരെ സ്നാനം കഴിപ്പിച്ചു. പ്രൈസ് ലോർഡ്. ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് ഇതുവരെ പ്രതീക്ഷിക്കാത്ത ചിലരിലൂടെ ചെയ്തെടുക്കുവാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്ന അടുത്ത ഡെവലപ്മെന്റ് എന്നുള്ളത്. പ്രൈസ് ലോർഡ്. എത്ര പേര് ഇതിനെ കരപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വീകരിക്കും? ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ, നിങ്ങൾ ഇതുവരെ പ്രവചിക്കാത്ത ചില പ്രവചനങ്ങൾ, നിങ്ങൾ ഇതുവരെ ഹല്ലേലൂയ ശുശ്രൂഷിക്കാത്ത ചില ഹീലിംഗ് മിനിസ്ട്രികൾ, ഹല്ലേലൂയ നിങ്ങൾ ഇതുവരെ ഹല്ലേലൂയ സുവിശേഷം അറിയിച്ചിട്ട് ആമേൻ സ്വതന്ത്രം രക്ഷിക്കപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ചില രാഷ്ട്രീയ പ്രവർത്തകർ, ഒരുപക്ഷെ ഹല്ലേലൂയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ, ഒരുപക്ഷെ അധികാരികൾ, ഒരുപക്ഷെ മിലിറ്ററിയിലുള്ളവർ, ഹല്ലേലൂയ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ പറയുന്ന സുവിശേഷം കേട്ടിട്ട് അവർ യേശുവിനെ അംഗീകരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സ്വീകരിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ശർമനാസമന ഹൽബറാദി അന്തരേ ലബാരി ഹസ്മനാദി അന്തരാലഗച്ഛ ഉഡജാരഗച്ഛ പ്രബന്ധുരാലഗസ്മനാരിയ റീബന്ധുരാലഗച്ഛ അന്തസ്കമനജാരഗച്ഛ പ്രബന്ധുരിലുഗസ്മനാരിയ. ഇൻ ദ മൈറ്റി നെയിം ഓഫ്
ജീസസ്. ഹല്ലേലൂയ. ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവമക്കളെ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു വലിയ നിയോഗത്തെ ഇന്ന് രാത്രി കൈമാറുക. ഒരു രോഗി നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ, പ്രൈസ് ലോർഡ്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവം ഞാൻ പറയാം. പ്രൈസ് ലോർഡ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഹിന്ദി ട്രാക്ട് കൊടുക്കാനായിട്ട് പോയപ്പോൾ, ആമേൻ സ്തോത്രം, കൽക്കട്ടയിൽ നിന്നുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. പ്രൈസ് ലോർഡ്. അവരെല്ലാവരും ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ വന്നിരിക്കുന്നവരാകാൻ സാധ്യതയുണ്ട്. അവരിൽ ഭൂരിഭാഗവും അന്യമതസ്ഥരാണ്. പ്രൈസ്. ഒരിക്കലും ക്രിസ്തുവിന്റെ വചനം സ്വീകരിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആളുകളാണ് അവര്. പക്ഷേ ബംഗാളിലുള്ളതായ ട്രാക്റ്റുകൾ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒരു മനുഷ്യൻ പറയുകയാണ്, ഇതിൽ പറയുന്ന ഡോക്ടർ എവിടെയുണ്ട്, എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട്, ഹല്ലേലൂയ, എനിക്ക് സൗഖ്യമാകുമോ എന്ന്. എന്റെ ഉള്ളിൽ ഹല്ലേലൂയ ആത്മാവ് കത്താൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാ ഞങ്ങളുടെ കൂടെ ഇരുന്ന 2 സഹോദരന്മാരോട് പറഞ്ഞു, ഈ മനുഷ്യൻ സൗഖ്യമാകും. പ്രൈസ് ലോർഡ്. ആ മനുഷ്യന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ, ആമേൻ സ്തോത്രം, അദ്ദേഹം ബസ് കയറാൻ തുടങ്ങുന്ന വഴിയിലാണ് പറഞ്ഞത്, വൈകിട്ട് വരുമ്പോൾ ഹല്ലേലൂയ വന്നാൽ മതി, വിളിച്ചാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഞാൻ പറയുന്നതിന്റെ താല്പര്യം എന്നാണ്, പ്രൈസ് ലോർഡ്, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ക്യാൻസർ രോഗമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ണ് കാണാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എനിക്ക് അത്രയും വിശ്വാസം ഇല്ല, അല്ലെ? നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, തയ്യാറാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ദൂത് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ എന്തല്ല, തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. പരാജയപ്പെടാൻ നമ്മൾ എന്തല്ല, നമ്മൾ ഒരിക്കലും തയ്യാറല്ല. നമ്മൾ എപ്പോഴും വിജയിക്കാനാ താല്പര്യമുള്ളൂ. അതാ നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. റിസ്ക് എടുക്കാൻ നാം തയ്യാറാണോ, ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ഒരിക്കലും ഒരു ഭയങ്കര റിസ്ക് എടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാമോ? ആമേൻ, വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ആമേൻ. ഹല്ലേലൂയ. അവിടെ യേശു ഉണ്ട്. ആമേൻ സ്തോത്രം. അവൻ എന്ത് ചെയ്തു? റിസ്ക് എടുക്കാൻ തയ്യാറായ വെള്ളത്തിലൂടെ നടക്കാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇഫ് യു റെഡി ടു ടേക്ക് ദി റിസ്ക്, then God will protect you. ആമേൻ. ദൈവോന്മുഖമായി മാത്രം എടുക്കണമെന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക രാജ്യത്തിന്റെ പ്രതി, സുവിശേഷത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി എടുക്കുന്ന ഓരോ റിസ്കിനും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, കവറേജ് ഉണ്ട്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. ആരൊക്കെ ഒന്ന് രാത്രി പറയുന്നു, റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ സഹോദരി. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഭയങ്കര റിസ്ക്, അത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന അനേകർ ഇതിൽ ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, ആ റിസ്ക് എടുക്കാനായിട്ട് ആമേൻ തടസ്സം നിൽക്കുന്ന, ആമേൻ സ്തോത്രം, ലോകത്തിന്റെ സ്പിരിറ്റിനെ, ആമേൻ അന്ധകാരത്തിന്റെ സ്പിരിറ്റിനെ, ഇരുട്ടിന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഷൈലാറമന ഹസ്മനാദിയ അന്ധര ലഗഷ്മനാദിയ. ഹല്ലേലൂയ. 3 സഹോദരിയും ചില സഹോദരിമാർ യേശുവിന്റെ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ റിസ്ക് എടുത്തുകൊണ്ട് അവൻ കല്ലറയിലേക്ക് ഓടിയത് നിങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യമായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതല്ല, തിരുവചനം പറയുന്ന അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുനിശ്ചയത്തോടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മോട് പറയുകയാണ്, റിസ്ക് എടുത്ത സഹോദരിമാർ പ്രൈസ് ദി ലോർഡ് ദൂതനെ ആദ്യം കണ്ടു. ആമേൻ. സംതിങ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കല്ല്, ആമേൻ സ്തോത്രം, ആരുരുട്ടി മാറ്റുന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷെ ചോദ്യത്തിന് മുമ്പിൽ പകച്ച് പിന്നോട്ടല്ല, റിസ്ക് എടുക്കാൻ തയ്യാറാതെ അവർ ഹല്ലേലൂയ കല്ലറയെ ലക്ഷ്യമാക്കി രാവിലെ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്നു. പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾക്ക് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളോട് ദൈവത്തിന്റെ ദൂതൻ സ്പഷ്ടമായി സംസാരിക്കുന്നു, നിങ്ങൾ കാണാൻ പോകുന്നു. ദൈവിക ദർശനങ്ങൾ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, ദൂതൻ പറയുന്നതായ ദൂതന് മുമ്പിൽ നിങ്ങൾ സറണ്ടർ ആയാൽ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിച്ച ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചത്? കൊർന്നല്യോസ് അവൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. അവൻ ഇതുവരെ കുടുംബമായി ദൈവത്തെ ആമേൻ വേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ല. ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. ഇതുവരെ കൽപ്പനയായി സ്നാനം അനുഭവിച്ചിട്ടില്ല. ഇതുവരെ കർത്തൃമേശ അനുഭവിച്ചിട്ടില്ല. ദൈവരാജ്യത്തിൽ അവൻ അംശിയായിട്ടില്ല. ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. ആമേൻ ദൈവസഭയുടെ അംഗമായി മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി പേര് ഇപ്പോൾ തെളിഞ്ഞു വരുന്നില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സ്ക്രീൻ പിക്ചർ കാണിക്കുന്നത് പോലെ, ഒരു മൂവിംഗ് പിക്ചർ കാണിക്കുന്നത് പോലെ, നിങ്ങൾ
നിങ്ങളുടെ മുമ്പിലേക്ക് ഒത്തിരി പേരുടെ ചിത്രങ്ങളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തെളിയിക്കുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു നിയോഗം നൽകുകയാ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത, ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, അറിയാത്ത, സ്നാനമേൽക്കാത്ത, കൽപ്പന സ്വീകരിക്കാത്ത ചിലരോട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഇടയിലേക്ക്, അവരുടെ നടുവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ദൂതനെ വിട്ടിട്ട് പറയും, നിങ്ങളെ വിളിക്കാൻ. ഇത് എഴുതി വെച്ച് സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ചില വ്യക്തികളുടെ പേരുകൾ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ചിട്ട് പറയുക, ഇന്ന് രാത്രിയിൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദേവദാസൻ പറഞ്ഞത് ആമേൻ ഞാൻ അപ്പാടെ സ്വീകരിക്കുന്നു. അത് ദേവദാസന്റേതായിട്ടല്ല, പരിശുദ്ധാത്മാവിന്റേതായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. കർത്താവ്, ഞാൻ എഴുതി വെക്കുന്നതായ വ്യക്തികൾ ജീവിതങ്ങളോട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാൻ, ദൈവരാജ്യത്തിൽ അവരുടെ പേരുകൾ എഴുതി ചേരുവാൻ തക്കവണ്ണം എന്നെ ഉപയോഗിക്കണമേ. അവരുടെ ദർശനത്തിൽ എന്നെ കാണിച്ചു കൊടുത്തിട്ട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ വിളിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവെ അവരുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കണമേ. ഇത് വിശ്വാസത്തോടുകൂടി എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ദൈവ പ്രവർത്തി വെളിപ്പെടുന്നു. In the name of Jesus, we declare and decree this message and this hallelujah prophetic hallelujah declaration in the name of Jesus. Hallelujah. Amen. സ്തോത്രം സ്തോത്രം സ്തോത്രം. 23-ാം വാക്യം നിൽക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആമേൻ സ്തോത്രം, അവൻ അവരെ അകത്തു വിളിച്ചു പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. പിറ്റേന്നാൾ കൈസരിയിൽ എത്തി. അവിടെ കൊർന്നല്യോസ് ചർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം റെഡി ആയിക്കൊണ്ടിരിക്കുക. If you are a person who is investing time in the presence of God in prayer, hallelujah, നിങ്ങൾക്ക് വേണ്ടി സ്റ്റേജുകൾ ഒരുക്കി കാത്തിരിക്കുന്നു. Somebody believe it. Somebody praise the Lord. Hallelujah. Somebody receive it in the name of Jesus. Hallelujah. Praise the Lord. പിറ്റേന്നാൾ കൈസരിയിലെത്തി. കൊർന്നല്യോസ് ചർച്ചക്കാരെ വിളിച്ചു, അടുത്ത സ്നേഹിതന്മാരെ വിളിച്ചു, അവർക്കായി കാത്തിരുന്നു. Praise the Lord. Oh, hallelujah. A big congregation is already waiting for the anointed. Hallelujah. ദൈവത്തിന്റെ അഭിഷേകം വീണിരിക്കുന്നവനെ കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹം പുറത്തുണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. കണ്ടോ, ഈ കൈസരിയിൽ എത്ര വിലപിടിപ്പുള്ള മനുഷ്യനാണ് ഈ കൊർന്നല്യോസ്. നോക്കിയേ, ആ ദർശനത്തെ കുറിച്ച് അവൻ ദർശനത്തെ കുറിച്ച് അറിഞ്ഞു, അവൻ പബ്ലിസിറ്റി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ സകല ചർച്ചക്കാരും വന്നു, കുടുംബക്കാർ വന്നു, അവന്റെ കൂടെ ജോലി സ്നേഹിതന്മാര് വന്നു. കേട്ടോ, സ്നേഹിതന്മാരെന്ന് വെച്ചാൽ ജോലി സ്നേഹിതന്മാരൊക്കെ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നതാ. ആമേൻ സ്തോത്രം. ഒത്തിരി സ്നേഹിതന്മാരുള്ള മനുഷ്യനായിരുന്നു ഇത്. ഹല്ലേലൂയ സ്തോത്രം. അവരെല്ലാം വന്നു. ആമേൻ സ്തോത്രം. പത്രോസ് ഇപ്പൊ നോക്കുമ്പോ എന്നാ, ഹല്ലേലൂയ സ്തോത്രം, സ്റ്റേജ് ഒരുക്കി കാത്തിരിക്കുക ആൾക്കാർ. ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയല്ലേ ആമേൻ ഈ നാളുകളിൽ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി, ആമേൻ ഹല്ലേലൂയ, സ്റ്റേജ് അറേഞ്ച് ചെയ്ത് ആളുകളെ കസേരയിട്ട് ഇരുത്തി ആമേൻ കാത്തിരിക്കുകയാണ്. പ്രൈസ്. നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ ദൈവം അധികത്തിന് വിചാരകനാക്കുമെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുകയാണ്. റമാന ശംധര മൗഡര ലഗസ്മന ഭിയന്തര ഗൽമറോഷിയ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ പ്രൈസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ടുള്ളതായ വാക്കുകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്ന ദൈവത്തെ മഹത്വീകരിക്കും കേൾക്കുകയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്കു കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം അവരെ അപേക്ഷിച്ചു. പ്രൈസ് ലോർഡ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ഈ കുടുംബം മുഴുവൻ എന്ത് ചെയ്തു? സ്നാനമേറ്റു. പ്രൈസ് ലോർഡ്. അവർ മുഴുവൻ സ്നാനമേറ്റു. ഹല്ലേലൂയ. ദൂതൻ വിസിറ്റ് ചെയ്ത വ്യക്തിയാണ് കൊർന്നല്യോസ്. പക്ഷെ സ്നാനമേറ്റുണ്ടായിരുന്നില്ല. സ്നാനമേൽപ്പിക്കാനായിട്ട് ദൈവം ആരെ തിരഞ്ഞെടുത്തേ? കഴിപ്പിക്കാനായിട്ട് പത്രോസിനെ അയച്ചു. പത്രോസിനോട് കൂടെ ചില ശിഷ്യന്മാരെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, ഇതുവരെ ചെയ്യാത്തതായ ശുശ്രൂഷകൾ, ഇങ്ങനെയുള്ള ചില ശുശ്രൂഷകൾ ചെയ്യാൻ കൊതിയുള്ള ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അത് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്.
ഏത് ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ശുശ്രൂഷ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ കാണാൻ പോവുകയും. ഷാല റമാ സാന്തര ബൗഡര ലഗസ്മനാരിയ ഹൽബറോ ഷഗസ്മന ജുഡന്തര ലഗസ്മനാരിയ റീബീനി ഹൽബറ ഷഗസ്മനേദിയ ഹൽകമന ശംദര ലഗസ്മനോരിയ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർ അത് സ്വീകരിക്കും? ദൈവമക്കളെ, ഹല്ലേലൂയ, നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ അവർ ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷയുടെ സമാപ്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ നമ്മോട് പറയുന്ന എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? ആമേൻ. കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. ഗോഡ് ഹാസ് സെർട്ടൻ പർപ്പസ് അബൌട്ട് അവർ ലൈഫ്. നമ്മളെ കുറിച്ചൊരു പദ്ധതി ഇല്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ജനിച്ചിട്ടില്ല. പദ്ധതി ഇല്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രമ്യാവിനോട് പറയുന്ന പ്രവചനം അത് വചനത്തിന്റെ മാനദണ്ഡമാണ്, അടിസ്ഥാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകും കണ്ടിരിക്കുന്നു, പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചില ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും കർത്താവ് കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര പേര് ഈ റിയാലിറ്റി മനസ്സിലാക്കുന്നുണ്ട്? ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മിൽ എത്ര പേര് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ കണ്ടിരിക്കുന്നു, തന്റെ ശുശ്രൂഷ ചെയ്യാനാണെന്ന് ഹല്ലേലൂയ തിരിച്ചറിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. റീകമന ശംധര ബൗഡറ ലഗസ്മനാദിയ അന്ത രഗല ഹൽബറ ഷഗസ്മനാരിയ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ശുശ്രൂഷ ചിലത് ദൂതന്മാർക്കുള്ളതല്ല. ശുശ്രൂഷയിൽ ചിലത് ദൈവാത്മാവ് ചെയ്യുന്നതല്ല. ദൈവാത്മാവ് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ തലങ്ങളിലാണ്, വ്യത്യസ്തമായ രീതികളാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ മാത്രമല്ല, എന്നെയും നിങ്ങളെയും ശക്തമായി ഉപയോഗിക്കത്തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ ഹല്ലേലൂയ ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ ഉപയോഗിക്കപ്പെടുവാനായിട്ട് എന്നെയും നിങ്ങളെയും. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു. ആമേൻ, സ്തോത്രം. രാത്രിയിൽ പരിശുദ്ധൻ പറയുന്നു, അല്പം ശക്തിയുള്ളവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ ശക്തിയെ സ്വർഗ്ഗദൈവം വർദ്ധിപ്പിക്കാൻ പോകുന്നു. God is going to multiply your strength. Hallelujah. Shika mana halbara mana samtara mana halbaru shagasmana diamdare lagashmana. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ആമേൻ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഏറ്റവും പിൻബിലത്തെ ലാപ്പിൽ നിൽക്കുന്നവരായിരിക്കാം മുമ്പിൽ കയറി ഓടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ഡിവൈൻ ആക്സിലറേഷൻ പരിശുദ്ധാത്മാവ് അയക്കുന്നു. എത്ര പേർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്? ആമേൻ. ഡിവൈൻ ആക്സിലറേഷൻ. ചിലർ കുറിച്ചിടണമേ. ചില പദങ്ങൾ, ചില വേർഡുകൾ ഹല്ലേലൂയ അത് വ്യക്തികളോടുള്ളതാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ മടി കൂടാതെ കുറിച്ചിടണം കേട്ടോ. ഡിവൈൻ ആക്സിലറേഷൻ, ഡിവൈൻ ആക്സിലറേഷൻ, ഡിവൈൻ ആക്സിലറേഷൻ. ഡിവൈൻ ആക്സിലറേഷൻ വരുമ്പോൾ ഓർത്തുകൊള്ളുക, നാളെയുടെ ദിനത്തിൽ നിന്റെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ. ഡിവൈൻ ആക്സിലറേഷൻ സംഭവിച്ച ഒരു വ്യക്തിയാണ് ആമേൻ ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി. കർമ്മേലിന്റെ മുകളിൽ വലിയ ശുശ്രൂഷ കഴിഞ്ഞ് ആമേൻ, സ്തോത്രം, മഴയെ വിളിച്ചു വരുത്തിയിട്ട് ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഡിവൈൻ ആക്സിലറേഷനിലൂടെ ഓടി ജസ്രീൽ വരെ എത്തിയതായ മനുഷ്യൻ പിറ്റേ ദിവസം വേറൊരു ഓട്ടം ഓടി. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, അവിടെ മൊത്തം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എങ്ങനെ രക്ഷപ്പെട്ട് ഓടി മരുഭൂമിയിലേക്ക്? മഴയില്ലാത്തൊരു സ്ഥലം നോക്കി അവൻ ഓടുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓടിയാണ് മരുഭൂമിയിലേക്ക് ചെന്നത്. മരുഭൂമിയിൽ ചെന്നിട്ട് അവൻ പറയുകയാ, ആമേൻ, ഇപ്പോൾ മരിച്ചാൽ മതി. ഇന്നലെ ഡിവൈൻ ആക്സിലറേഷനിൽ ഓടി, ഇന്ന് മരിച്ചാൽ മതി. ഇതാണ് ഒരു വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഡിവൈൻ ആക്സിലറേഷനിൽ ഓടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചലഞ്ചസിന്റെ എണ്ണം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, നിങ്ങൾക്ക് എവിടെയോ ഡിവൈൻ ആക്സിലറേഷൻ ലഭിച്ചിട്ടുണ്ട്. സമയമില്ലായ്മ അലട്ടുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, ഡിവൈൻ ആക്സിലറേഷൻ നിങ്ങളുടെ മേൽ വീണിരിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും ഇല്ലാത്തതായ കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മേൽ ഡിവൈൻ ആക്സിലറേഷനെ ദൈവം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. Somebody believe it in the name of Jesus. Hallelujah. അതുകൊണ്ട് പ്രാർത്ഥന കുറയരുത്. ആമേൻ. ഇപ്പോൾ പലരും വിലയിരുത്തുന്നുണ്ട്, ശരിയല്ലേ? ആമേൻ. ദേവദാസൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമാ. കഴിഞ്ഞ നാളുകളിൽ ആമേൻ, സ്തോത്രം, ഞാൻ നന്നോണം ഓടിയതാ, പക്ഷെ ആ ചിലരുടെ വാക്കുകളുടെ മുമ്പിൽ ഞാൻ ആ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില പ്രാർത്ഥനകള്, ചില ഫെലോഷിപ്പുകൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്താ ഉണ്ടായത്? ഒരു ചെറിയ അസൂയയുടെ വാക്ക്, ചെറിയ ആമേൻ, സ്തോത്രം, ആമേൻ, അംഗീകരിക്കാൻ പറ്റാത്ത
പറ്റാത്തതായ ചില വാക്കുകൾ, ഹല്ലേലൂയ സ്തോത്രം, അത് ചിന്തിക്കണം, അത് അവര് പറഞ്ഞതല്ലെന്നേ, സാത്താൻ അവരെ ടൂളാക്കി മാറ്റിയതാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ പിന്നോട്ട് പോവരുത്. ഡിവൈൻ ആക്സിലറേഷൻ ഡീആക്സിലറേഷൻ ആയി മാറരുതെന്ന് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ആക്ടിവേറ്റ് അഗൈൻ ദാറ്റ് സെയിംസ് ഡിവൈൻ ആക്സിലറേഷൻ. പ്രൈസ് ദൈവം ഇട്ടിരിക്കുന്നതായ വലിയ പദ്ധതിയെ വീണ്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞതായ കന്യകമാരെ കുറിച്ച് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർ ആമേൻ തണുത്തുപോയി, അവരുടെ വിശ്വാസം തണുത്തുപോയി, അവർ ആത്മീകമായി അധപ്പതിച്ചു പോയി, അവർ ആത്മീകമായി ഉറങ്ങിപ്പോയി, അവർ ഹല്ലേലൂയ സ്റ്റോക്ക് ഒക്കെ ഇനി ആവശ്യമില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഹല്ലേലൂയ ഡിസ്പോസ് ചെയ്യാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇട്ടിരിക്കുന്ന ചില കൃപാവനങ്ങളെ ഡിസ്പോസ് ചെയ്യരുതേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് പറയുന്നു, നമ്മുടെ മേൽ കർത്താവ് ഇട്ടിരിക്കുന്നതായ ചില സ്പെഷ്യൽ അനോയിന്റിങ്ങിനെ അത് നഷ്ടപ്പെടുത്തി കളയരുത്. ആമേൻ. ചിലരുടെ കുത്തുവാക്കുകളുടെ മുമ്പിൽ നിർത്തിപ്പോയതായ ശുശ്രൂഷകൾ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് രാത്രി നമ്മോട് പറയുകയാണ്. നാം ദൈവകൃപ അനുഭവിച്ചവരല്ലേ? ദൈവപ്രവൃത്തി അനുഭവിച്ചവരല്ലേ? ദൈവപ്രവൃത്തി നമ്മളുടെ വെളിപ്പെട്ടതല്ലേ? നമ്മുടെ പ്രാർത്ഥനയിൽ അനേകർ സൗഖ്യമായതല്ലേ? അത് പലരും അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നിർത്തിയെങ്കിൽ അവിടെ ജയിച്ചത് സാത്താനല്ലേ? ആമേൻ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു സഹോദരിമാരെ ഏറ്റവും കൂടുതൽ ദൈവം ഉപയോഗിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ മാത്രമല്ല, ആമേൻ, ക്രിസ്തീയ സുവിശേഷീകരണത്തിൽ ശക്തമായി ഉപയോഗിക്കുന്നതായ വ്യക്തിത്വങ്ങളാണ് സഹോദരിമാർ. ഇന്നും അനേക ലക്ഷക്കണക്കിന്, ആമേൻ, നിങ്ങൾ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ടാവും ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ പ്രിയ എബ്രഹാം, ആമേൻ, ലക്ഷക്കണക്കിന് ആളുകളെയാണ് കർത്താവിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയ ഷോർട്സ് മെസ്സേജിലൂടെ, ആമേൻ, ഷോർട്ട് വീഡിയോസിലൂടെ ഒക്കെ അത് ആ പ്രിയ സഹോദരി, ആ പ്രിയ ദേവദാസി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ലക്ഷക്കണക്കിന് ആളുകളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർത്താവിലേക്ക് നേടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആമേൻ, ആമേൻ, ഓർക്കണം, ഈ തലമുറയിൽ ഇപ്പോൾ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തനായ ദേവദാസനാണ് ആമേൻ ബെന്നിഹീൻ എന്ന് പറയുന്ന ദേവദാസൻ. പക്ഷെ ബെന്നിഹീൻ എന്ന് പറയുന്ന ദേവദാസൻ ആമേൻ പുറത്തു വന്നത് ഒരു സ്ത്രീയുടെ ശുശ്രൂഷയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാതറിൻ കുൾമാൻ എന്ന് പറയുന്നതായ ഒരു ദേവദാസിയുടെ ശുശ്രൂഷയുടെ പുറത്തു വന്ന ഈ കാലഘട്ടത്തിന്റെ അപ്പോസ്തലനാണ്, ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകനാണ് ബെന്നിഹീൻ എന്ന് പറയുന്നത് അതിശക്തനായ ദേവദാസൻ. നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ അതിശക്തന്മാരായ ചിലർ പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ അത് വിശ്വസിച്ച് സ്വീകരിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? അസാധാരണമായ ചിലതിനെ, ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മിലൂടെ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്ന പേരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സംതിങ് ഡിഫറently. ആമേൻ. Don't do different things. Do things differently. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കേണ്ട. എല്ലാവരും ചെയ്യുന്നത് തന്നെ ചെയ്താൽ മതി. പക്ഷെ ഡു ഇറ്റ് ഡിഫറently. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ നിലവാരത്തിൽ അതിനെ ചെയ്തെടുക്കാൻ തക്കവണ്ണം ദൈവം ഒരു ഡിവൈൻ നോളജിനെ ഇന്ന് രാത്രി റിലീസ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. How to influence and how to convince the people, hallelujah, for the sake of Christ Jesus, for the sake of the kingdom of God, for the sake of the word of God. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ എക്സ്പാൻഷന് വേണ്ടി എങ്ങനെ, ഹല്ലേലൂയ, ആളുകളെ കർത്താവിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് എന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ശുദ്ധിയുള്ളതാണെങ്കിൽ, വാക്കുകൾ കൃപയോട് കൂടിയതാണെങ്കിൽ, വാക്കുകൾ ലാവണ്യമുള്ളതാണെങ്കിൽ, അത് ഉപ്പിനെ രുചി വരുത്തിയതാണെങ്കിൽ, അത് കേൾക്കുന്നവർക്ക് വളരെയധികം സ്വീകാര്യമുള്ളതായിരിക്കും. In the name of Jesus, somebody believe it. Hallelujah. 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 Let's pray. Let's pray in Jesus' name. Rikamana Shamtaramana. Jesus Christ, we thank you, Lord. Holy Spirit, we worship you, Lord. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, രാത്രിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ചില നിമിഷങ്ങൾ ദൈവജനത്തോടൊപ്പം നൽകിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണത്തിന്റെ കീഴിൽ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. അല്ലെ, ദൈവാത്മാവ് സംസാരിച്ച ഓരോ വാക്കുകൾക്കുമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് രാത്രിയിൽ ഹൃദയത്തോട് സംസാരിച്ചതായ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിനെ നന്ദി പറയുന്നു കർത്താവേ. കേൾക്കപ്പെട്ടതായ വചനം, കേൾക്കപ്പെട്ടതായ ദൂതുകൾ, കേൾക്കപ്പെട്ട ആലോചനകൾക്ക് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നവരായി, ഹല്ലേലൂയ, സ്തോത്രം, ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ക്രിസ്തുവിലേക്ക് നേടുന്നവരായി മാറുന്ന നിലവാരത്തിൽ ഈ സൂമിലിരിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ ചെയ്യുമാറാകണമേ. സ്വർഗം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.